കർത്താവിൻ്റെ ദാസൻ്റെ ഭവനത്തിൽ ചൊവ്വാഴ്ച ഉള്ള പ്രാർത്ഥനയിൽ ഞങ്ങളെല്ലാ ആഴ്ചയിലും കാണുവാനിടയായിട്ടുണ്ട്. 4 വർഷം ഞാൻ അവിടെ ഇരുന്നപ്പോൾ ആ ഭവനത്തിലെ പ്രാർത്ഥന മാത്രമല്ല, ദൈവം തന്ന എല്ലാ അനുഭവങ്ങൾക്കായും കർത്താവിൻ്റെ ദാസൻ ഷിബു മാത്യു പാസ്റ്ററിനായി സ്തോത്രം. കഴിഞ്ഞ ഒരു ദിനം ഞങ്ങളുടെ ചർച്ചിൽ, ഞാനായിരുന്ന ശ്രീകാര്യം ചെറിയ ചർച്ചാണ്, അവിടെ കടന്നു വന്ന് അനുഗ്രഹിത ശുശ്രൂഷ ചെയ്ത അനുഭവങ്ങളെയും ഞാൻ ഓർക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. എന്നെ ഈ ദിനങ്ങളിൽ ചിന്തിപ്പിച്ച ദൈവം എന്നെയും പഠിപ്പിച്ച ചില വചനങ്ങളിലേക്ക് വേഗം ഒന്ന് വന്ന് ഹല്ലേലൂയ അതൊന്ന് പങ്കിട്ടിട്ട് ദൈവസന്നിധിയിൽ മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായിട്ട് ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 11, 12, 13 വാക്യങ്ങളൊന്ന് വായിക്കാം. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 11, 12, 13 വാക്യങ്ങൾ. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എല്ലാം ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ശീലിച്ചിരിക്കുന്നു. ഇന്ന് ചില വചനങ്ങളെല്ലാം ആരെങ്കിലും ഒക്കെ വായിച്ചു തരണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ചില വചനങ്ങളിൽ നിന്ന് അതിനെ ഒന്ന് വായിച്ചു വിട്ട്, വലിയ പ്രസംഗമൊന്നുമല്ല, ചില ചിന്തകൾ ദൈവസന്നിധിയിൽ എന്നെ ദൈവം എനിക്ക് ഈ നാളുകളിൽ തന്നത് ഞാനൊന്ന് പങ്കിടുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് തന്നെ ദൈവം ശീലിപ്പിച്ചെടുത്ത കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. താൻ പറയുകയാണ്, എനിക്ക് ചിലതൊക്കെ അറിയാം. താൻ പണ്ട് മറ്റു ചിലത് അറിഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ്. ന്യായപ്രമാണത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കി ഗമാലിയേലിന്റെ പാദത്തിലിരുന്ന് ദൈവവചനമൊക്കെ പഠിച്ച് അന്നായിരുന്ന ആ ന്യായപ്രമാണത്തിനനുസരിച്ച് ശക്തിയോടെ യഹൂദ സമുദായത്തിന്, യഹൂദ സഭയ്ക്ക് അല്ലെങ്കിൽ യഹൂദ ജനത്തിന് വേണ്ടി ഹല്ലേലൂയ വീര്യത്തോടെ, അപ്പോൾ തന്നെ താൻ പറയുന്നുണ്ട്, ഞാനൊരു നിഷ്ഠുരനായിരുന്നു, ഞാനൊരു ഉപദ്രവിയായിരുന്നു. ആ നിലയിൽ ദൈവസഭയെ ഉപദ്രവിച്ചുകൊണ്ട് പോയ ഒരു മനുഷ്യനായിരുന്നു ആര്? അപ്പോസ്തലനായ പൗലോസ്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഭൗതിക കാര്യങ്ങൾ അനവധി അതിന്റെ ചിന്തയിൽ വരുന്നുണ്ട്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, അദ്ദേഹം ഒരു കപ്പലുടമയായിരുന്നു, അല്ലെങ്കിൽ കപ്പലുടമയുടെ മകനായിരുന്നു എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സാമ്പത്തികമായി എല്ലാ നിലയിലും ഉയർന്നിരുന്ന ഒരാള് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് തൻ്റെ ചിന്തയ്ക്കും തൻ്റെ പഠനത്തിനും അന്നുവരെയുള്ള തൻ്റെ നിഗമനത്തിനും വിരുദ്ധമായിട്ട് ഒരു വലിയ ആത്മശക്തി തന്നിൽ തൊടുവാനിടയായി. മരിച്ചുപോയി എന്ന് പറഞ്ഞവന്റെ ശക്തി. അതുവരെ ആരാണ്? ഈ ശൗല് അഥവാ പൗലോസ് അന്ന് വരെ മറ്റുള്ളവരോട് പറഞ്ഞത്, അവൻ മരിച്ചുപോയി, അവനെ ഞങ്ങൾ കൊന്നു എന്ന് പറഞ്ഞവന്റെ ആത്മശക്തി ഹല്ലേലൂയ ആരിൽ വരുവാനിടയായി? ഈ പൗലോസിൽ അഥവാ ശൗലിൽ വരുവാനിടയായി. അവന്റെ നിഗമനങ്ങൾക്ക്, അവൻ അതുവരെ പഠിച്ചതിന്, അവൻ അതുവരെ അനുഭവിച്ചതിന്, അവൻ ചിന്തിച്ചുറപ്പിച്ചു വെച്ചതിന് വിരുദ്ധമായിട്ട് അന്നൊരു ശബ്ദം കേട്ടു, ഞാൻ ആരാണ്? നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. നീ ഉപദ്രവിച്ച് കൊന്നതെന്നല്ല, ഇപ്പൊ ഞാനിപ്പോഴും എന്തുണ്ട്? ജീവിച്ചിരിപ്പുണ്ട്. നീ വിചാരിച്ചു, അല്ലെങ്കിൽ നിന്റെ തത്വശാസ്ത്രം വിചാരിച്ചു അതുമൂലം എന്നെ അങ്ങ് ഒതുക്കിക്കളയാമെന്ന്. എന്നാൽ ഹല്ലേലൂയ ക്രൂശിൽ നിങ്ങൾ തറച്ചു കൊന്നവനായ യേശുവാണ് ഞാൻ. ആ ആത്മാവാണ് നിന്നോട് സംസാരിക്കുന്നത്. ഇതുവരെയുള്ള പഠനം, ശീലം സകലതും മാറ്റിമറിക്കത്തക്കവണ്ണം ഒരുവന്റെ ജീവിതത്തില് ദൈവത്തിന്റെ ആത്മാവിടപെടുവാനിടയായി. ന്യായപ്രമാണത്തിന്റെ വചനം ജഡത്തിന്റെ ആലോചനകൾക്ക് വ്യത്യസ്തമായിട്ട് ആത്മാവിന്റെ പ്രവൃത്തി. സോദരാം, എന്താണ് അവിടെ നടക്കുന്നത്? ഹല്ലേലൂയ മരിച്ച, അല്ലെങ്കിൽ ദൈവം മരിച്ചു എന്ന് കരുതിയവന്റെ ഹല്ലേലൂയ അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിന്റെ ശക്തി അവൻ കണ്ടറിഞ്ഞു. വാഹന മൃഗത്തിൽ നിന്ന് അവനെ താഴെ ഇടുവാനിടയായി. അവൻ അശരീരി കേട്ടു, നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. മാത്രമല്ല, ഇതുമാത്രമല്ല, ഇനിയും നിനക്ക് ചിലത് കേൾക്കാനുണ്ട്.
ഇനി നീ എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ നിന്നോട് വരും ദിനങ്ങളിൽ അറിയിപ്പാൻ പോകുകയാണ് എന്ന് പറഞ്ഞിട്ട് അവന്റെ അന്ന് വരെയുള്ള വിദ്യ അഭ്യാസം, അവന്റെ പഠനം, അവന്റെ നിഗമനം, അവൻ ശീലിച്ചത് ദൈവത്തിന്റെ ആത്മാവ് അന്നത്തെ സ്പർശനത്താൽ മാറ്റി എഴുതുവാനിടയായി. ഇവിടെ ഇരിക്കുന്ന പലരോടും ചോദിച്ചാലും അവർക്ക് പറയുവാൻ കഴിയും, അതെ, ഒരു കാലത്ത് ഞങ്ങള് പലതും ഇങ്ങനെ ശീലിച്ചു വെച്ചതാ ഉണ്ടായിരുന്നു, പലതും ഞങ്ങൾ പഠിച്ചു വെച്ചത് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സമുദായത്തില്, ഞങ്ങളുടെ കൂടിവരവുകളില്, ഞങ്ങളുടെ ആരാധനകളില് പണ്ടുപോയ പലതും ശരിയെന്ന് കരുതി പോയി. എന്നാൽ അവസ്ഥകൾക്ക് മാറ്റം വരത്തക്കവണ്ണം ആത്മാവിന്റെ വചനം ഞങ്ങളെ തേടി വരുവാനിടയായി. ആ നാളുകളെ ഓർക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജീവിതത്തിൽ മാറ്റിമറിച്ചിലുകൾ വരുത്തുന്ന ദൈവാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ, അല്ലെങ്കിൽ വചനത്തിന്റെ വികാസനങ്ങള് ദൈവദാസന്മാരിലൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നു കഴിഞ്ഞപ്പോൾ അവൻ നമ്മുടെ ചിന്തകൾക്കും നിഗമനങ്ങൾക്കും മാറ്റം വരുത്തുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. പൗലോസില് ആകമാനം മാറ്റം വന്നു. ദൈവം അവനെ ഉപയോഗിച്ചു. വിവിധ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. ദൈവം അയച്ചെടുത്തേക്ക് അതേ ആത്മാവിന്റെ ശക്തിയോടെ അവൻ പോകുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. കടന്നുപോയതെല്ലാം ന്യായപ്രമാണമല്ല, അല്ലെ അക്ഷരത്തിന്റെ അനുഭവമല്ല, ആത്മാവിന്റെ പുതുക്കം തന്റെ ജീവിതത്തിൽ വന്നുകൊണ്ട് ആത്മാവിന്റെ സന്ദേശങ്ങൾ പകരുവാനിടയായി. ന്യായപ്രമാണത്തിന് അധീനമായി നിന്ന യഹൂദജാതിയിൽ നിന്നും തന്നെ വിളിച്ച ജാതികളുടെ മധ്യയിലുള്ള ശുശ്രൂഷയിൽ നിന്നും ദൈവം അനേകരെ സത്യത്തിലേക്ക് നയിക്കുവാനിടയായി. ദൈവമക്കളെ, ഇന്ന് രാത്രിയില് ഈ ഉപവാസ ദിനത്തില് ചുരുക്കം ചിലരാണെങ്കിലും അല്ലെങ്കിൽ ഇന്ന് രാത്രിയില് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടുകയാണ്. നമ്മുടെ പഠനമോ, നമ്മുടെ അലലിയ നിഗമനങ്ങളോ, ചിന്തകളോ, വിലയിരുത്തലുകളോ, കഴിഞ്ഞ നാളുകളിലെ അനുഭവങ്ങളോ മാറ്റിവെച്ചുകൊണ്ട് ഞാൻ ഒന്നുമില്ല എന്നുള്ള അനുഭവത്തില് ആത്മാവിന് ആരൊന്ന് വിധേയപ്പെടുത്തി കൊടുക്കുവാനിടയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ പ്രതികൂലമുണ്ട്, വിഷയങ്ങളുണ്ട്, എതിർപ്പുകളുണ്ട്, ഒറ്റപ്പെടുത്തലുകളുണ്ട്, സകലതുമുണ്ട്. എന്നാൽ ഹല്ലേലൂയ, നമുക്കറിയാം പൗലോസിന്റെ പഠനം, ചിലരൊക്കെ പറയാറുണ്ട് MA എന്നൊക്കെ പണ്ടത്തെ ഭാഷയാ. ഇപ്പൊ അതൊന്നുമല്ല. ഇപ്പൊ എന്തോ IT യുഗം, അല്ലെങ്കിൽ യുഗങ്ങൾ മാറി മറിഞ്ഞ് മനുഷ്യൻ വളരെ ബുദ്ധിയില് മുൻപോട്ട് പോയി. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് തന്നെ അന്ന് ഹരിശ്രീ അല്ലെങ്കിൽ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ഒരു ഡിവൈസ് കൊടുത്താൽ അതെല്ലാം നന്നായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അനുഭവത്തിലൂടെ പറയുക, അവർക്കതൊക്കെ അറിയാം. ഈ കാലഘട്ടത്തിൽ അങ്ങനെയെങ്കിൽ അതെ, ഇപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് അതേ ആത്മാവ് തന്നെയാണ്. നമ്മുടെ നിഗമനങ്ങൾക്കും ചിന്തകൾക്കും ഉപരിയായിട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആര്? നിഗമനങ്ങളെ, ഈ ഉപവാസ ദിനങ്ങളില് ചിന്തകൾ, വിലയിരുത്തലുകളെ ഒക്കെ, ഹല്ലേലൂയ, മുൻവിധികളെ ഒക്കെ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് ദൈവസന്നിധിയോട് അടുത്ത് വരുന്നുവോ, ഹല്ലേലൂയ, ആത്മാവ് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാനിടയാകും. ആത്മാവ് ഒരുക്കുവാനിടയാകും. ആത്മാവ് പഠിപ്പിക്കുവാനിടയാകും. ആത്മാവ് ശീലിപ്പിക്കുവാനിടയാകും. അതാണ് പൗലോസ് പറഞ്ഞത്. വചനം ഒന്നുകൂടെ വായിച്ചേ. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ. ഉള്ള അവസ്ഥയില് എനിക്ക് എന്തറിയാം? അലംഭാവം, കണ്ടന്റ്, അല്ലെങ്കിൽ തൃപ്തിയോടെ എല്ലാം ഉണ്ടെങ്കിലും ഉള്ള അവസ്ഥയില് അലംഭാവത്തോടെ. ഒന്ന് വായിച്ചേ. അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും. എനിക്കറിയാം. എന്താണ് താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിപ്പാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എല്ലാം ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ശീലിച്ചിരിക്കുന്നു. ഒരു ദൈവവൈതലിന്റെ അനുഭവമാണ്. നമ്മുടെ ദൈവം താൻ യഹൂദനായിരുന്നപ്പോൾ, ന്യായപ്രമാണ പ്രകാരം പോയപ്പോൾ, അതിന്റെ ഔന്നത്യത്തിലായിരുന്നപ്പോൾ ഇതൊന്നും തനിക്കൊരു വിഷയമല്ലായിരുന്നു. ഉന്നത അനുഭവത്തില് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
തന്റെ സാക്ഷ്യവചനത്തിൽ തന്നെയുള്ള വാക്കാണ്, താൻ ഒരു നിഷ്ഠൂരനായിരുന്നു, ഒരു ഉപദ്രവിയായിരുന്നു. എന്നാൽ ഇപ്പൊ താഴാനും അറിയാം, ഉയരാനും അറിയാം. എന്നാൽ ഉയർച്ച, എന്റെ അർത്ഥം, ഉയർച്ചയിൽ കൊണ്ട് ദൈവം നിർത്തിയാലും വലിയ അങ്ങ് ഉയർന്നൊന്നും പോകത്തില്ല. ഇനി താഴ്ത്തിയാലും എന്തായി പോകത്തില്ല, താഴ്ന്നു പോകത്തില്ല. ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കുള്ള ആ മീഡിയം, അതിൽ നിൽക്കാൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് പകൽക്കാല വചനം അറിയുന്നവർ, മനസ്സിലായവർക്കായി സ്തോത്രം പറയണം. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇച്ചിരി ഉയർച്ച വന്നു കഴിഞ്ഞാൽ അങ്ങ് മേലോട്ട് അങ്ങ് ഉയരും. നമുക്കൊക്കെ വരുന്ന അനുഭവം. ഞാൻ ആ വചനത്തിലേക്ക് പിന്നെ വരാം. ആരെങ്കിലും ഒന്ന് താഴ്ത്തുന്ന ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹല്ലേലൂയ അവരെയും വേണ്ട, ആരാധനയും വേണ്ട, ഒരു ബന്ധവുമില്ല. ഹല്ലേലൂയ അങ്ങ് താഴ്ന്നു പോകുന്ന അനുഭവം. പിന്നെ പ്രാർത്ഥനയുമില്ല, ആരാധനയുമില്ല, പെറുപെറുപ്പായിട്ട് പോകുന്ന അനുഭവമാണ്. എന്നാൽ ഹല്ലേലൂയ പൗലോസ് പറയുകയാണ്, എനിക്ക് താഴ്ചയിൽ ഇരിപ്പാൻ അറിയാം. ഇത് സാമ്പത്തിക ചില കാര്യങ്ങളുമായുള്ള ബന്ധത്തിലാണ് പറയുന്നതെങ്കിലും ആ വിഷയത്തിൽ മാത്രമല്ല പൗലോസ് പഠിച്ചിട്ടുള്ളത്. പൗലോസ് തന്റെ എല്ലാ മേഖലകളിലും ഒരു കാലത്ത് ഉന്നതമായ അനുഭവത്തിലൂടെ മുന്നോട്ട് പോയതായ പൗലോസ് ഹല്ലേലൂയ തന്നെ ദൈവമാക്കി വെച്ച, പിന്നത്തേതില് ദൈവമാക്കി വെച്ച എല്ലാ മേഖലകളിലും നിൽക്കേണ്ടിടത്ത് എങ്ങനെ നിൽക്കണമെന്ന് ദൈവം തന്നെ പഠിപ്പിക്കുവാനിടയായി, ദൈവം അവനെ ശീലിപ്പിക്കുവാനിടയായി. ഗലാത്യലേഖനം 1:2 വായിച്ചു, 1:12 വായിച്ചേ, 1:16 മറ്റൊരാളൊന്ന് വായിക്കണം. ഗലാത്യർ 1:12 അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പൗലോസ് പറയുകയാണ് ഹല്ലേലൂയ, തനിക്ക് വിശ്വാസത്തിൽ അഥവാ ദൈവകൃപയിൽ വന്നപ്പോൾ അത് ഞാൻ ആരിൽ നിന്നല്ല മനസ്സിലാക്കിയത്, മനുഷ്യരോട് ഞാൻ പ്രാപിച്ചിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല. പിന്നെ എന്താണ്? യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാലാണ് ഞാൻ പ്രാപിപ്പാനിടയായത്. ദൈവത്തിന്റെ കൃപയിൽ വന്നു കഴിഞ്ഞപ്പോൾ പൗലോസ് പറയുകയാണ്, മനുഷ്യരാരുമല്ല എന്നെ പഠിപ്പിച്ചത്, പണ്ടുള്ള അവസ്ഥയിൽ നിന്ന് ഈ അനുഭവത്തിലേക്ക്, ഈ ശീലത്തിലേക്ക്, ഈ പഠനത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നത് മനുഷ്യരുടെ പഠനമല്ല. ഹല്ലേലൂയ, മനുഷ്യരാരും എന്നെ പഠിപ്പിച്ചിട്ടില്ല, ദൈവത്തിന്റെ വെളിപ്പാടിനാലാണ് ഞാൻ പ്രാപിപ്പാനിടയായത്. ഗലാത്യർ 1:16 ഒന്ന് വായിച്ചേ. തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുൻപേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ മതി. ഹല്ലേലൂയ, തനിക്ക് അഥവാ ദൈവിക സന്ദർശനം തന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ താൻ മാംസരക്തങ്ങളോട് എന്ത് ചോദിച്ചില്ല? അനുവാദം ചോദിച്ചില്ല. പിന്നെ താൻ എന്ത് ചെയ്തു? ദൈവം തന്ന വെളിപ്പാടിനാൽ ഹാലിൽ താൻ യെരൂശലേമിലേക്ക് പോയില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന വചനം, അവിടെ ഉന്നതന്മാരുണ്ട്, അപ്പോസ്തല ശ്രേഷ്ഠന്മാരുണ്ട്. അവരുടെ ആലോചനയ്ക്കായിട്ടൊന്നും പോകാതെ ഞാൻ നേരെ ദമസ്കോസിലേക്ക് ഞാൻ പോകുവാനിടയായി. എന്ന് വെച്ചാൽ മനുഷ്യരുടെ ആലോചനയോ മനുഷ്യരുടെ പഠന വിഷയമോ മനുഷ്യരെന്നെ പഠിപ്പിച്ചതോ അനുസരിച്ചല്ല ഞാൻ നീങ്ങിയത്. ദൈവം തന്ന വെളിപ്പാടിനാൽ ഞാൻ ആരെയും കാണാതെ ആ വെളിപ്പാടിനൊത്ത് ദമസ്കോസിലേക്ക് ഞാൻ പോകുവാനിടയായി. ആമേൻ, ഹല്ലേലൂയ. 2:6 കൂടെ ഒന്ന് വായിച്ചേ. പ്രമാണികളായവരോ അവർ പണ്ട് എങ്ങനെയുള്ളവർ ആയിരുന്നാലും എനിക്കേതുമില്ല. ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല. പ്രമാണികൾ എനിക്കൊന്നും ഗ്രഹിപ്പിച്ചു തന്നിട്ടില്ല. അവിടെ പറയുകയാണ്, പ്രമാണികൾ എനിക്കൊന്നും ഗ്രഹിപ്പിച്ചു തന്നിട്ടില്ല. എന്ന് വെച്ചാൽ മനുഷ്യരുടെ ആലോചനയ്ക്ക് ഞാൻ എന്ത് ചെയ്തിട്ടില്ല? നിന്നിട്ടില്ല. അടുത്ത വചനം, പ്രമാണികൾ എനിക്കൊന്നും ഗ്രഹിപ്പിച്ചു തന്നിട്ടില്ല, നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പോസ്തലത്വത്തിനായി. അവിടെ പറയുകയാണ്, പ്രമാണികൾ എന്നെ ഒന്നും എന്ത് ചെയ്തിട്ടില്ല?
ഗ്രഹിപ്പിച്ച് എനിക്ക് തന്നിട്ടില്ല. ഞാൻ ഒരു വാക്യം നമുക്കറിയാം. ഹല്ലേലൂയ. കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തില് തിരുമേശയുമായിട്ടുള്ള ബന്ധത്തില് പൗലോസ് പറയുന്ന ഒരു വചനമുണ്ട്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കും. ആ വചനം പറഞ്ഞതെല്ലാം താൻ പഠിച്ചു, താൻ ശീലിച്ചു. എന്നാൽ ലോക മനുഷ്യരല്ല തന്നെ പഠിപ്പിച്ചത്, വലിയവനായ ദൈവമാണ് എന്നെ പഠിപ്പിച്ചത്. ഞാൻ പ്രാപിച്ചു, മനുഷ്യരിൽ നിന്ന് പ്രാപിച്ചില്ല, ദൈവത്തിൽ നിന്നാണ് പ്രാപിപ്പാനിടയായത്. ഇന്ന് രാത്രി കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, ഉപവാസത്തിലായിരിക്കുന്ന പ്രിയ ദൈവദാസന്മാർ, കുഞ്ഞുങ്ങൾ, യൗവനക്കാർ, ദൈവത്തിന്റെ വചനം നമ്മോട് ഇടപെടുകയാണ്. നമ്മെ പഠിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ ശീലിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ കരം പിടിക്കുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് ദൃഷ്ടി വെച്ച് ആലോചന തരുന്ന ഒരു ദൈവമുണ്ട്, ഉപദേശിച്ച് പോകേണ്ടുന്ന വഴി കാണിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്, പണ്ടുള്ള ധാരണകളെ തിരുത്തുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന്റെ ആത്മാവിന്റെ ദൂതിന്, ആത്മാവിന്റെ വചനത്തിന്, ആത്മാവിന്റെ ശക്തിക്ക്, ആത്മാവിന്റെ വെളിപ്പാടിന് ആര് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും? മനുഷ്യമുഖം നോക്കാതെ ദൈവ പാദപീഠത്തില് ആര് ഏൽപ്പിച്ചു കൊടുക്കും? അവരെ പഠിപ്പിക്കുന്ന, ശീലിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവിന്റെ അടുക്കലേക്ക് നമുക്ക് വീണ്ടും ഒന്നു അടുത്തു വരാം. യേശു പറയുവാനിടയായി, ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകിയാൽ എന്റെ മുഖമേറ്റെടുത്ത് എന്നോട് പഠിപ്പീൻ. യേശു പറഞ്ഞത് എന്താണ്? ഞാൻ സൗമ്യതയുള്ളവനാണ്, താഴ്മയുള്ളവനാണ്. അതുകൊണ്ട് എന്റെ മുഖം നിങ്ങൾ ഏറ്റെടുക്കണം. എന്റെ മുഖം ഏറ്റെടുത്ത് എന്നോട് പഠിപ്പീൻ. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ആത്മാക്കൾക്ക് ആശ്വാസം വേണോ? നമ്മുടെ ആത്മാവിന് സമാധാനം വേണോ? ആത്മാവിന് സന്തോഷം വേണോ? ആകേണ്ടുന്ന പാഠശാലയിൽ നാം ആയിത്തീരുവാനിടയാകണം. നല്ലൊരു ഗുരു നമുക്ക് വേണ്ടിയുണ്ട്. അവന്റെ പാഠശാലയാണ് നമ്മെ പണിയുന്നത്, ആ പാഠശാലയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ആ പാഠശാലയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ പഴയ ശീലങ്ങളെ മാറ്റി പുതിയ ശീലങ്ങള് നമ്മിൽ തരുവാൻ മതിയായ ഒരു കർത്താവ് നമ്മുടെ മധ്യയിലുണ്ട്. ഇന്ന് രാത്രി വചനം ദൈവത്തിന്റെ ആത്മാവിൽ ഇടപെടുകയാണ്. ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ ഈ വചന കേൾവിയിൽ ആര് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക? ഹല്ലേലൂയ. കർത്താവേ, നല്ല ഗുരു ദൈവത്തിലുണ്ട്. ആ നല്ല ഗുരുവിന്റെ നല്ല ശിഷ്യരാകുവാൻ, ആ മുഖം ഏറ്റെടുക്കുവാൻ, ആ മുഖത്തിന്റെ കീഴിൽ ഒന്നായിത്തീരുവാൻ ആര് ഏൽപ്പിച്ചു കൊടുക്കും? എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. എന്നാൽ പലപ്പോഴും നമുക്കത് ഒരുപക്ഷെ അത് ഭാരമായി തീരും തോന്നും. കർത്താവ് ചിലപ്പോൾ നമ്മുടെ മുന്നിൽ വെക്കുന്ന മുഖം നമ്മൾ പറയും, കർത്താവ് ഈ മുഖം വല്ലാത്ത മുഖമാണ്, ഭാരമുള്ള മുഖമാണ്, ഇതെനിക്ക് സഹിപ്പാൻ കഴിയുന്നില്ല, ഇതെനിക്ക് വഹിപ്പാൻ കഴിയുന്നില്ല. എന്നാൽ ദൈവവചന യേശു തന്നെ പറഞ്ഞ വചനമാണ്, എന്റെ മുഖം എന്താണ്? ചേർന്ന് പറഞ്ഞ, എന്റെ മുഖം മൃദു. എല്ലാവരും ഈ വചനത്തിന്റെ ആഴത്തിലേക്ക് ഒന്ന് കയറണം. എന്റെ മുഖം എന്താണ്? മൃദുവാണ്. എന്റെ ചുമട് ലഘുവാണ്. എന്ന് വെച്ചാൽ സഹിപ്പാൻ കഴിയുന്നതിനു മീതെ പരീക്ഷകൾ തരാതെ, പരീക്ഷയോടൊപ്പം പോക്ക് വഴിയും തരുന്ന, നമുക്ക് വഹിപ്പാൻ കഴിയാത്ത മുഖങ്ങളെ, ചുമടുകളെ തരാതെ നമുക്ക് വഹിപ്പാൻ മാത്രം കഴിയുന്ന അനുഭവങ്ങളെ തന്ന് നടത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് പകൽക്കാലം, ഈ രാത്രികാലം വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ദൈവം നമ്മുടെ നല്ല ഗുരുവാണ്, അവൻ നമ്മുടെ നല്ല അധ്യാപകനാണ്. പരിശുദ്ധാത്മാവ് നമുക്കറിയാം, അവൻ കാര്യസ്ഥനാണ്, അവൻ കംഫർട്ടറാണ്, അവൻ വഴികാട്ടിയാണ്, അവൻ നമുക്ക് ആലോചന പറഞ്ഞു തരുന്നവനാണ്, അവൻ നമ്മെ വഴി നടത്തുന്ന ദൈവമാണ്. ശാന്തമായി, മറ്റു വലിയ ബഹളമൊന്നും വേണ്ട ദൈവമക്കളെ. ശാന്തമായി. ലോകം ചിലപ്പോൾ തിരിഞ്ഞു മറിഞ്ഞു പോകും. വലിയ വിഷയങ്ങളുടെ മധ്യേ ഒരു യഥാർത്ഥ പൈതൽ നിൽക്കേണ്ടി വരും. മുഖം മൃദുവല്ല, ചുമട് ലഘുവല്ല, എല്ലാം ഭാരമുള്ളത്. ഇതെങ്ങനെ വഹിക്കുമെന്ന് തോന്നത്തക്കവണ്ണം പല സാഹചര്യങ്ങളിലും എന്റെയും നിങ്ങളെയും ദൈവം കൊണ്ട് നിർത്തും. എന്നാൽ കർത്താവിന്റെ മുഖത്തിൻ കീഴിലായിരുന്നാൽ അവരെ കുറിച്ച് പറയുന്നത്,
അവര് ആശ്വാസം കണ്ടെത്തും. കർത്താവിന്റെ ആത്മാവിന്റെ അനുഭവത്തില് ദുഃഖവും ചുമടും ഏറ്റെടുക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ആത്മാക്കൾക്ക് അല്ലെങ്കിൽ ഇത് വലിയ ഭാരമായി തോന്നും. ഈ ക്രിസ്ത്യ ജീവിതം വലിയ ഭാരം, ഇറങ്ങി തിരിച്ചത് വലിയ ബുദ്ധിമുട്ടായി പോയി. എന്തെല്ലാം കഷ്ടതയാണ്, അനർത്ഥങ്ങളുടെ ഒരു പട്ടികയാണ്, പിറുപിറുപ്പാണ്. അവരാണ് കാരണം, ഇവരാണ് കാരണം, അതാണ് കാരണം, ഇതാണ് കാരണം. പലരെയും കുറ്റം ചുമത്തി പഴിചാരി മുൻപോട്ട് പോകുമ്പോൾ ആത്മനിറവുള്ള ഒരു ദൈവമൈതല അവൻ അനുഭവിക്കും. സാന്ത്വനമായ ചുവട്, ലഘുവായ മൃദുവായതാണ് കർത്താവിന്റെ മേൽ വച്ചത്. മറ്റൊന്നിനുമല്ല, എന്നെ പഠിപ്പിക്കുവാൻ, എന്നെ ശീലിപ്പിക്കുവാൻ. ആമേൻ. അങ്ങനെയെങ്കിൽ കർത്താവ് ഇന്ന് പകൽക്കാലം പറയുന്നത്, പൗലോസ് പറഞ്ഞു, ഞാനിതെല്ലാം പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ട് ഈ ക്രിസ്ത്യാനികളെ അഥവാ ദൈവമക്കളെ കണ്ടാല് ഉടൻ വലിച്ചിഴച്ച് അപ്പോസ്തലപ്രവൃത്തി 2-3 ഭാഗത്ത് തന്നെ പിടിച്ചു നിർത്തിയ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ താൻ പറയുന്ന സാക്ഷ്യങ്ങളുണ്ട്. ഒരു ലിസ്റ്റ്, താൻ എങ്ങനെയാണ് അന്ന് സത്യത്തിനെതിരായി നിന്നത് എന്ന് അവിടെ പറയുന്ന വചനങ്ങളുണ്ട്. എന്നാല് പൗലോസ് പിന്നത്തേതില് ആ ചിന്തകളെല്ലാം മാറി മറിഞ്ഞ് പൗലോസ് പറയാണ്, ഞാനിപ്പോഴ് എനിക്ക് താഴ്ചയിലിരിക്കാനും അറിയാം, സമൃദ്ധിയിലിരിക്കാനും അറിയാം. ഞാൻ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ശീലിച്ചിട്ടുണ്ട്. പകൽക്കാലം എൻ്റെ ഒരു ചോദ്യം, നമ്മളിലേക്ക് ആ ശീലം വരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. എത്രമാത്രം നമ്മൾ അതില് ഒന്ന് ഒരുക്കപ്പെടുവാനിടയായിട്ടുണ്ട്? ആ ശീലങ്ങളിലേക്ക് നമ്മെ നയിക്കുവാൻ നമ്മുടെ കർത്താവിന്റെ ആത്മാവ് നമുക്ക് തുണ നിൽക്കുകയാണ്. ആര് ഏൽപ്പിച്ചു കൊടുക്കും? ഈ ഉപവാസ ദിനങ്ങള് ചില ശീലങ്ങൾ മാറ്റി ചിലതൊക്കെ ഏറ്റെടുക്കാനും കൂടെയാ. ഈ ഉപവാസ ദിനങ്ങള് ആ ആത്മാവിന്റെ ആ നുഖത്തിന്റെ കീഴില് ഒന്നുകൂടെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ ചുമടൊന്ന് ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന്റെ പിന്നാലെ താൻ കാണിക്കുന്ന പാതയിൽ ഒന്ന് നടക്കുവാനുള്ള തീരുമാനത്തിനുള്ള വഴികളാണ്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തില് ദൈവം ഈ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്ന ആ സാമ്പത്തിക വിഷയം മാത്രമല്ല, മറ്റ് പല ഞാനിപ്പോൾ പറഞ്ഞത് താൻ പഠിച്ചിട്ടുണ്ട്. ആ പൗലോസ് തന്നെ പറയുന്നത്, തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, ഇനി ഞങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ പഠിച്ചത് നിങ്ങൾ എന്ത് ചെയ്തു? പഠിപ്പിച്ചു. ഞങ്ങളിൽ നിന്ന് കണ്ട് കേട്ടത് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചതിൽ നിങ്ങൾ നിലനിൽക്കണമെന്നും പൗലോസ് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ പഠിക്കുന്ന ഒരു ദൈവവൈതലിന് പഠിപ്പിക്കുവാനുള്ള വഴി ദൈവം തുറക്കും. പഠിച്ച് നമ്മളതിൽ നിശ്ചയം പ്രാപിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആകുവാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് ഫലവത്തായി തീരുന്നത്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ പൗലോസ് ഒത്തിരി താഴ്ചയിലൂടെ പോയ പല വിഷയങ്ങൾ, എന്നാൽ ഉയർച്ചയിലൂടെ പോയ വിഷയങ്ങളും തന്റെ ജീവിതത്തിലുണ്ട്. ദൈവം താഴ്ത്തിയ അനുഭവങ്ങളുണ്ട്, ഉയർത്തിയ അനുഭവങ്ങളുണ്ട്. അവിടെ നിന്ന് പൗലോസ് ചിലത് പഠിക്കുവാനിടയായി. അത് ഭൗതിക വിഷയത്തിലും താൻ താഴ്ന്നു പോയ അനുഭവങ്ങളുണ്ട്. ദൈവം തന്നെ അനുഗ്രഹിച്ച് ഉയർത്തിയ വിഷയങ്ങളുണ്ട്. അപ്പോൾ യേശുവിന്റെ പാഠശാലയിൽ താൻ ചിലത് പഠിക്കുവാനിടയായി. ആത്മീയ വിഷയത്തിലും താൻ താണുപോയ സന്ദർഭങ്ങളുണ്ട്, എന്നാൽ താൻ ഉയർന്നു പോയ സന്ദർഭങ്ങളുമുണ്ട്. അതിലൂടെയും എങ്ങനെ അതിന്റെ മധ്യം നിൽക്കണമെന്ന് പൗലോസിനെ ദൈവം പഠിപ്പിക്കുവാനിടയായി. അതിന്റെ മധ്യയിലൂടെ ചില ശീലങ്ങൾ ദൈവം പൗലോസിന് കൊടുക്കുവാനിടയായി. അവന്റെ പഴയ ശീലം, ഇന്ന് പകൽക്കാലം പഴയ പല ശീലങ്ങളുള്ളവരായിരുന്നു നമ്മളെല്ലാവരും. പ്രൈസ് ദി ലോർഡ്. ചില ദുശീലങ്ങളൊക്കെ ചിലർക്കൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട് ദൈവമക്കളെ. ആ ശീലം മാറ്റുവാന് ഇച്ചിരി പ്രയാസമാണ്. ഹല്ലേലൂയ. കടന്നു ചില പറയും പാരമ്പര്യമാണെന്ന്, അല്ലേ? പാരമ്പര്യമാണ് അല്ലെങ്കിൽ പലത്. ശരിയാ, ഇതിനൊക്കെ പിന്നില് പാരമ്പര്യ ശക്തികളുണ്ട്, പലതുമുണ്ട്. ചില ശീലങ്ങളൊക്കെ വിട്ടുകളയുവാൻ കഴിയാത്ത അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ പൗലോസ് മനസ്സിലാക്കി, എന്റെ അടുക്കൽ വരുവാൻ യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാമെന്ന് യേശു പറഞ്ഞു. ആ പൗലോസ് ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അതിന്റെ മധ്യയില് പൗലോസിനെ ഉയർച്ചയിലും താഴ്ചയിലും ഭൗതിക വിഷയത്തിലും
ആത്മീക വിഷയത്തിലും അതിന്റെ മധ്യ എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് തന്നെ പഠിപ്പിക്കുവാനിടയായി. ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് തന്നെ ശീലിപ്പിക്കുവാനിടയായി. ഇന്ന് പകൽക്കാലം ശീലം എങ്ങനെയാണ്? നമുക്കൊരു ശീലം വരുന്നത് നിരന്തരമായി ചിലതിനോട് എന്താണ് ബന്ധപ്പെട്ടായിരിക്കുമ്പോഴാണ് ചില ശീലങ്ങളിലേക്ക് ദൈവം നമ്മെ നടത്തുന്നത്. ചില സാഹചര്യങ്ങള്, ചില അനുഭവങ്ങള്, നമ്മൾ ഒരു ദേശത്ത് പാർക്കുമ്പോൾ ആ ദേശത്തിന്റെ ചില ശീലങ്ങളൊക്കെ നമ്മെ പിടിക്കും. നമ്മൾ ഒരു കുടുംബത്തിൽ നിന്ന് മറ്റൊരു കുടുംബത്തിലേക്ക് മാറുമ്പോൾ പഴയ കുടുംബത്തിന്റെ ശീലമല്ല, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വിവാഹം ചെയ്ത് അയക്കുമ്പോഴൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ വേറൊരു ശീലമാണ്. ഇപ്പം വടക്കുള്ളവര് തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഭാഷയിൽ തന്നെ ഒരു ശീലം മാറ്റം വരാൻ സാധ്യതകളുണ്ട്. ഹാലലി, ഇതെല്ലാം ശീലങ്ങൾ മാറുന്നത് നമ്മൾ നിരന്തരമായ അനുഭവ ബന്ധത്തിലൂടെയാണ്. സ്തോത്രം. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. അങ്ങനെയെങ്കിൽ യേശുവുമായുള്ള ബന്ധത്തില് ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗം, എന്നിട്ട് വാക്യങ്ങള് എന്നിട്ട് വേറൊന്ന് വായിക്കണമേ. മൈക്കില്ലേലും വായിക്കാം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ പൗലോസ് കടന്നുപോയ ഒരു പ്രത്യേക സാഹചര്യം, കഷ്ടതയുടെ ആഴങ്ങളിലൂടെ ദൈവം കടത്തിവിട്ട ഒരു ദൈവദാസനാണ്. എന്ന് വെച്ചാൽ ഭൗതികമായി ഒത്തിരി താഴ്ചകളും കഷ്ടങ്ങളും അനുഭവിക്കേണ്ടി വന്ന ഒരു ദൈവദാസനാണ്. 2 കൊരിന്ത്യർ 11:23 മുതലുള്ള വാക്യങ്ങളില് 2-3 വാക്യങ്ങളൊന്ന് വായിച്ചേ. താൻ കടന്നുപോയ കഷ്ടതയുടെ ഒരു ലിസ്റ്റ് അവിടെ കാണുവാൻ കഴിയും. വായിച്ചേ. 2 കൊരിന്ത്യർ 11:23 മുതൽ. 2 കൊരിന്ത്യർ. ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ, ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു. അപ്പൊ തന്റെ ശാരീരിക അധ്വാനം, ശാരീരികമായി കഷ്ടതകള്, ക്ഷീണങ്ങള് ഒക്കെ അനുഭവിച്ചു പോയ ഒരു ലിസ്റ്റ് അവിടെ പറയുകയാണ്. നീ അത് വായിച്ചു വിടാം, നമുക്കറിയാവുന്ന ഭാഗമാണ്. അധികം പ്രാവശ്യം തടവിലായി, അതെ, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറുകൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. മതി, അവിടെ നിർത്തിയേ. ഹല്ലേലൂയ. താന് ക്രിസ്തുവിന് വേണ്ടിയാണ് ഇതെല്ലാം സഹിച്ചതെങ്കിലും തന്റെ ശരീരത്തില് കർത്താവിന്റെ നാമത്തിന് വേണ്ടി അനേക താഴ്ചകൾക്ക് തന്റെ ശരീരം ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി. തന്റെ മനസ്സ്, തന്റെ ജീവിതം, തന്റെ ഭൗതിക കാര്യങ്ങള് കർത്താവിന്റെ നാമത്തിന് വേണ്ടി അനവധി താഴ്ചയിലൂടെ കടന്നുപോയപ്പോൾ അതിന് 30-ാം വാക്യം ഒന്ന് വായിച്ചേ. പ്രശംസിക്കണമെങ്കിൽ എന്റെ ബലഹീനത സംബന്ധിച്ച് ഞാൻ പ്രശംസിക്കും. താന് അതിലൂടെ ദൈവത്തിൽ നിന്ന് പഠിച്ച ഒരു പാഠമാണ് അവിടെ പറയുന്നത്. താൻ കഷ്ടതയുടെ വലിയൊരു ലിസ്റ്റ് അവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് താൻ പറയുകയാണ്, ഞാൻ അതിലൊന്നും പ്രശംസിക്കുന്നില്ല. എന്നിട്ട് പറയുകയാണ്, ഞാൻ പ്രശംസിക്കുന്നുവെങ്കിൽ എന്റെ ബലഹീനത നിമിത്തം. കർത്താവ് തന്നെ പഠിപ്പിച്ച പാഠം അതാണ്. അനുഭവ പാഠത്തിലൂടെ കർത്താവ് തന്നെ കടത്തിവിട്ടപ്പോൾ ഭൗതികമായ താഴ്ചകള്, ശാരീരിക പ്രശ്നങ്ങള്, പ്രതികൂലങ്ങള് കർത്തൃനാമത്തിന് വേണ്ടി അനുഭവിക്കേണ്ടി വന്നപ്പോൾ താൻ അതിന്റെ മധ്യയിൽ അതിനെ എങ്ങനെയാണ് നിൽക്കുവാൻ പഠിക്കുവാൻ ശീലിച്ച് താൻ എന്താണ് പറയുവാനിടയായത്? എന്റെ ബലഹീനത സംബന്ധിച്ച് ഞാൻ എന്ത് ചെയ്യുകയാണ്? പ്രശംസിക്കുന്നു. നമുക്ക് പ്രശംസിപ്പാൻ കഴിയുമോ? പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൽ നിന്ന് പഠിച്ച പാഠമാണ്. ഹല്ലേലൂയ. ഞാൻ അതിൽ പ്രശംസിക്കുകയാണ്. നമ്മളാണെങ്കിൽ വളരെ കരഞ്ഞ്, വളരെ പരാതി പറഞ്ഞ്, പലയിടത്തും വല്ല സാക്ഷ്യമൊക്കെ പറഞ്ഞ് ഞാൻ ഇന്ന കാര്യങ്ങൾ അനുഭവിച്ചു. എന്നാൽ ഹല്ലേലൂയ തന്റെ ജഡത്തില്, തന്റെ ശരീരത്തില് ഒന്ന് കുറേ അല്ലെ അടികൊണ്ട കാര്യങ്ങള്, ഉപദ്രവം അടിക്കപ്പെട്ട കാര്യങ്ങള്, അനേക കാര്യങ്ങൾ അവിടെ താഴോട്ട് നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. യേശുവിന്റെ നാമത്തിന് വേണ്ടി ഭൗതിക താഴ്ചകള് തന്റെ ജീവിതത്തിൽ വന്നപ്പോൾ താൻ വ്യക്തമായി ദൈവസന്നിധിയിൽ പറയുകയാണ്, എന്റെ ബലഹീനത, ഇങ്ങനെയുള്ള ബലഹീനതയില് അകപ്പെട്ടത് നിമിത്തം ദൈവമെന്ന് എന്നെ പഠിപ്പിച്ചു, അല്ലെങ്കിൽ ദൈവമെന്ന് എന്നെ ശീലിപ്പിച്ചു. എന്താണ്? ഹല്ലേലൂയ. ബലഹീനത സംബന്ധിച്ച് പ്രശംസിക്കുന്ന ഒരു സ്വഭാവം എനിക്ക് തരുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവം ചില ശോധനകൾ വരുത്തുമ്പോൾ, ചില കഷ്ടതകൾ വരുത്തുമ്പോൾ, ചില രോഗങ്ങൾ വരുത്തുമ്പോൾ, ചില നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ,
ശക്തി തരുക നാഥനെ, ഭക്തിയിൽ പൂർണ്ണനാക്കുക. പാട്ടുകാരൻ അതുപോലെ പാടിയതുപോലെ കഷ്ടതയിൽ പാടി പ്രശംസിപ്പാൻ, നഷ്ടം കൊണ്ടാടുവാൻ നമുക്ക് കഴിയണം. പരിശുദ്ധാത്മാവ് നമ്മെ അതിന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവം അതിനുവേണ്ടി നമ്മെ പഠിപ്പിക്കുന്ന ദിവസങ്ങളാണ്. ദൈവം അതിനുവേണ്ടി ഒരുക്കുന്ന ദിവസങ്ങളാണ്. ഇന്ന് പകൽക്കാലം ഭൗതിക കഷ്ടങ്ങള്, ശാരീരിക നഷ്ടങ്ങള്, വേദനകള്, സാമ്പത്തിക ദുരിതങ്ങള്, പ്രതികൂലങ്ങള് രഹസ്യ കടന്നു വരുമ്പോൾ പിറുപിറുപ്പുകാരായി തീരുവാനല്ല, മറ്റുള്ളവർക്ക് കുറ്റം പറയുവാനല്ല, മറ്റുള്ളവരിൽ കുറ്റം ആരോപിക്കുവാനല്ല. എന്റെ കർത്താവ് ഇത് എനിക്ക് വേണ്ടി തന്നു, അവൻ എന്നെ പണിയുന്ന ദിനമാണ്, എന്റെ കർത്താവിനാൽ ഞാൻ ഒരുക്കപ്പെടുകയാണ്. അതിന്റെ പരാതി ആരുടെ മേലും അടിച്ചേൽപ്പിക്കാതെ സ്വയം അതിൽ പ്രശംസിക്കുന്ന ഒരു പൗലോസ്. നമുക്കൊക്കെ ഇതില് എത്രമാത്രം വളരുവാൻ കഴിഞ്ഞു. എന്നെ ചേർത്താണ് ഞാൻ പറയുന്നത്. താൻ പ്രശംസിക്കുകയാണ്. താൻ ഏറ്റ കഷ്ടതയില്, താൻ ഏറ്റ ബുദ്ധിമുട്ടില്, പ്രതികൂലങ്ങളില് താന് ഹല്ലേലൂയ ഒന്ന് ബാലൻസ് ചെയ്യുക. നമ്മളാണെങ്കിൽ തകർന്നടിയും, താഴ്ന്നു പോകും. ശാരീരിക താഴ്ചയില് നമ്മൾ പിറുപിറുക്കും. നമ്മുടെ ആത്മീയത്തില് നമ്മുടെ വിളിയെ നമ്മൾ സംശയിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മൾ വിളിയെ കുറിച്ച് ചിലപ്പോൾ ചോദിക്കും, കർത്താവേ ഇതിനാണോ എന്നെ വിളിച്ചത്? അല്ലേ? നമ്മളൊന്നും ഈ സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടില്ല. ഞാനും ഭയത്തോടെയാണ് ഇതൊക്കെ ശുശ്രൂഷ ചെയ്തത്. പക്ഷേ ഈ ദിവസങ്ങളിൽ ഈ വചനത്തിലൂടെ കടന്നു പോയപ്പോൾ ദൈവശീലം പഠനം എന്നുള്ള വാക്ക് ചിന്തിച്ചപ്പോൾ പൗലോസ് കടന്നുപോയ ചില വചനങ്ങൾ എൻ്റെ മനസ്സിൽ ദൈവം തന്നത് ഞാൻ നിങ്ങളുടെ മധ്യയിൽ നമ്മുടെ ധൈര്യത്തിനായെന്ന് പ്രസ്താവിക്കുകയാണ്. ദൈവം നമ്മെ ഒരുക്കുവാൻ, അഥവാ ക്രിസ്തുവിന്റെ സ്വഭാവത്തില്, ക്രിസ്തുവിന്റെ ഭാവത്തില് നമ്മെ ആക്കി തീർക്കുവാൻ കഷ്ടത. നമുക്കറിയാം യേശുവിന്റെ വചനത്തില് യെശയ്യാവ് 53 പറയുന്നത്, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. നമ്മുടെ കർത്താവ് മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു. ഈ പറഞ്ഞ കാര്യങ്ങളാണ്. മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രം എന്ന് വെച്ചാൽ എന്തുവാ? വ്യസനപുത്രനായ ആരെ കുറിച്ച്? എപ്പേസിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. വ്യസനപാത്രം എന്ന് വെച്ചാൽ എപ്പോഴും ദുഃഖമാണ്. മുഖം നോക്കിയാൽ വാടിയ മുഖമായിരിക്കാം. നമ്മളാരും അങ്ങനെ കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ ചിലരെങ്കിലും ദർശനം കണ്ടിട്ടുള്ള പ്രകാശത്തിൽ നിൽക്കുന്ന കർത്താവിനെയാണ്, വാടിയ മുഖത്തോടെ. പിന്നെ നമ്മൾ ഈ എവിടെയൊക്കെ പോകുമ്പം കത്തോലിക്കരുടെ മടിയിൽ കിടക്കുന്ന, മറിയുടെ മടിയിൽ കിടക്കുന്ന, തളർന്നു കിടക്കുന്ന അതും നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കാണുന്ന പ്രതിമകളാണ്. എന്നാൽ നമ്മുടെ കർത്താവ് താൻ ഹല്ലേലൂയ 3.5 വർഷം ഈ ഐഹിക ശുശ്രൂഷ കാലത്ത് താനായിരുന്നപ്പോൾ തന്റെ മുഖം പ്രവാചകൻ 700 വർഷങ്ങൾക്ക് മുൻപ് കണ്ടിട്ട് പറഞ്ഞത് അവൻ എന്തായിരുന്നു? അവൻ വ്യസനപാത്രമായും രോഗം എന്താണ്? ഒരു ശീലമാണ് ജീവിതത്തിൽ നിരന്തരം. അതുകൊണ്ട് എന്ന് വെച്ചാൽ പെട്ടെന്ന് അതിനൊരു റെമഡി കണ്ടുപിടിക്കുന്ന സ്വഭാവമൊന്നുമില്ല. രോഗമാണെങ്കിൽ ഓക്കെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അത് കൊണ്ട് നടന്ന്, അല്ലെങ്കിൽ നമുക്കൊക്കെ അതൊരു മാതൃകയാണ്. സ്തോത്രം. എന്ന് വെച്ചാൽ ചില രോഗങ്ങളോ ക്ലേശങ്ങളോ ഒക്കെ വരുമ്പോൾ എല്ലാവർക്കും രോഗമുണ്ട്, എല്ലാവർക്കും ഭാരമുണ്ട്, എല്ലാവർക്കും ദൈവം അല്ലെങ്കിൽ ഈ ലോകത്തില് ജഡത്തിൽ വസിക്കുമ്പോൾ ഇതൊക്കെയുണ്ട്. എന്നാൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പാപത്തിന് മോചനം തന്ന കർത്താവ് നമ്മുടെ രോഗത്തെയും സൗഖ്യമാക്കുന്നവനാണ്. അവൻ നമ്മൾ രോഗം ശീലിച്ച് കാത്തിരുന്ന മറുപടി പ്രാപിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ചികിത്സിക്കരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഹല്ലേലൂയ. ദൈവം ഓരോരുത്തന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ ദൈവം നമ്മെ നിർത്തുന്നെങ്കിൽ ആ അനുഭവത്തില്, പ്രൈസ് ദി ലോർഡ്, നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് ഹല്ലേലൂയ കർത്താവിന്റെ ശീലം എന്താണ്? അവൻ രോഗം ശീലിച്ചവനുമായിരുന്നു. അപ്പൊ കർത്താവ് തന്റെ ഐഹിക ജീവിതത്തിൽ ശീലിച്ചു എന്നാണ്. ഹല്ലേലൂയ. ഞാൻ ഈ വചനത്തില് മുൻപോട്ട് വരട്ടെ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ പൗലോസിന്റെ ജീവിതത്തില് പോരാട്ടങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും എതിർപ്പുകളുടെയും വലിയൊരു ലിസ്റ്റ് ഹല്ലേലൂയ വന്നപ്പോൾ താൻ അതില് പിറുപിറുപ്പുകാരനായി തീരുവാനല്ല, മറ്റുള്ളവരിൽ കുറ്റം ആരോപിപ്പാനിൽ ആയി തീർന്നവനല്ല, ദൈവത്തോടും മറുതലിക്കുന്ന സ്വഭാവമല്ല, തന്റെ ദൈവത്തിൽ പ്രശംസിപ്പാനിടയായി. ഇത് ദൈവം എനിക്ക് തന്ന ഒരനുഭവം.
അനേകരെ ഇതിനു വേണ്ടി വിളിച്ചിട്ടില്ല. പൗലോസിന്റെ വിളി നമുക്കില്ല. പൗലോസിനെ വിളിച്ചെങ്കിൽ പൗലോസ് അത് ചെയ്യും. എന്നെ വിളിച്ചത് വേറൊരു വിളിയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ദൈവം വിളിച്ചത് അവരവരെ നേരിട്ടാണ് ദൈവം വിളിച്ചത്. ഞാനായിരിക്കുന്നത് പോലെ എല്ലാവരും ആയിരിക്കണമെന്ന് ആർക്കും പറയുവാൻ ദൈവം അവസരം കൊടുത്തിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ നമ്മെ വിളിച്ച വിളിക്കൊത്തവണ്ണം നാം മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഈ വചനം എത്ര പേർ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു? കർത്താവേ, നീ എന്നെ കടത്തിവിടുന്ന ശോധനകളുടെ മധ്യയില്, ഭൗതിക തകർച്ചകളുടെ മധ്യയില് പിറുപിറുക്കാനോ ദൈവത്തോട് വാദിക്കാനോ മറുതലിപ്പാനോ വിശ്വാസത്തിൽ നിന്ന് പിന്മാറുവാനോ ഇടയാകാതെ അവിടുന്ന് എനിക്ക് തരുന്ന ബലഹീനതകളില് പ്രശംസിക്കുന്ന ഒരനുഭവത്തിലേക്ക്, പൗലോസിനെ പഠിപ്പിച്ചതുപോലെ, പൗലോസിനെ ശീലിപ്പിച്ചതുപോലെ പ്രശംസിക്കുന്ന ഒരനുഭവത്തിലൂടെ ദൈവം എന്നെ ഒന്ന് നടത്തണമേ. രാത്രി എത്ര പേർ പ്രാർത്ഥിക്കും? നിശ്ചയമായി ദൈവമക്കളെ, കാലമേറെ കഴിയുന്നതിന് മുൻപേ ഒറ്റയടിക്കൊന്നും എല്ലാം ഒന്നും നടക്കത്തില്ല. അനുഭവങ്ങളുള്ളവർക്കറിയാം. അവന്റെ അല്ലെങ്കിൽ കർത്താവ് നമുക്ക് അല്ലെങ്കിൽ മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. തന്റെ കാൽപ്പാടുകളെ പിൻപറ്റുവാൻ ഒരു മാതൃക കർത്താവ് വച്ചിട്ട് പോയിട്ടുണ്ട്. ആ മാതൃക ആര് പിൻപറ്റുന്നുവോ അവരെ ദൈവം നടത്തുവാനിടയാണ്. അതിനുവേണ്ടി ഇന്ന് രാത്രിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പൗലോസിന് ഭൗതിക നിലയിൽ ജഡപ്രകാരം ഒത്തിരി താഴ്ച പറയുവാനുണ്ടെങ്കിലും താൻ അതിൽ നിലനിൽക്കുന്നത് ശീലിച്ചു. എന്താണ്? അതിൽ പ്രശംസിക്കുന്നത് നിൽക്കണമെന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു. എന്നാൽ തനിക്ക് ഭൗതിക പ്രകാരം ഒത്തിരി ഉയർച്ചയും ദൈവം കൊടുക്കാനിടയായിട്ടുണ്ട്. അതിനെ താൻ എങ്ങനെയാണ് മാനേജ് ചെയ്തത്? ഫിലിപ്പി ലേഖനം വേഗം ഒന്ന് വായിക്കാം. ആ വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. 3:4 മുതൽ ഒന്ന് വായിച്ചേ. പക്ഷെ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. എനിക്ക്, പൗലോസ് പറയാണ്, എനിക്ക് ജഡത്തിൽ അഥവാ ഭൗതികത്തിൽ ശാരീരികമായി ജഡപ്രകാരം എനിക്ക് എന്താണ്? ആശ്രയിപ്പാൻ എന്തുണ്ട്? വകയുണ്ട്. അടുത്ത വാക്യം. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ, എന്ന് വെച്ചാൽ താൻ ചിലരോട് താരതമ്യപ്പെടുത്തുകയാണ്. ആർക്കാലും എന്താണ് ജഡത്തില് ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അതിനേക്കാളും അധികം ദൈവം എല്ലാ നിലകളിലും ഉയർച്ച അല്ലെങ്കിൽ ഭൗതിക ഉയർച്ചകള്, ജഡപ്രകാരം പ്രശംസിക്കേണ്ടുന്ന അനവധി കാര്യങ്ങള്, എനിക്ക് ആശ്രയിക്കേണ്ടുന്ന പ്രശംസിക്കേണ്ടുന്ന അനവധി കാര്യങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. 8-ാം നാളിൽ പരിച്ഛേദനയെ തന്റെ പ്രശംസാ വിഷയങ്ങൾ പറയുകയാണ്. ഞാൻ ആരാണ്? 8-ാം നാളിൽ വായിച്ചു വിടാം. ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ഞാൻ ഒരു എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായനാണ്. ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ഗമാലിയേലിന്റെ പാദത്തിലിരുന്ന് ന്യായപ്രമാണം സംബന്ധിച്ച് പഠിച്ചിട്ട് അതില് പരീശരും സദൂക്യരിലും ഉണ്ടതില് തീവ്രവാദികളായ ആ പരീക്ഷ കൂട്ടത്തിൽപ്പെടുന്നവനാണ് ഞാൻ. ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ. നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി വായിക്കുമ്പോൾ തന്റെ ശുഷ്കാന്തി നിമിത്തം മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവും വാങ്ങിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവസഭയെ മുടിക്കുവാൻ, ഉപദ്രവിപ്പാൻ, സ്ത്രീകളെയും മറ്റുള്ളവരെയും വലിച്ചിടിച്ച് ഹല്ലേലൂയ പള്ളികളിൽ കൊണ്ടിട്ട് മഹാപുരോഹിതന്മാരുടെ മുൻപിൽ വെച്ച് നിഷ്ഠുരമായി അവരെ ഉപദ്രവിപ്പാൻ ശീലിച്ചവനാണ് ഞാൻ. ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ, ഞാൻ അനിന്യനാണ്. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, യേശുവിന്റെ ആത്മാവിന്റെ ദർശനം ഡമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ദൈവം തനിക്ക് തന്നു കഴിഞ്ഞപ്പോൾ, എങ്കിലും പ്രശംസിക്കത്തക്ക ഉയർച്ചയുള്ള പല കാര്യങ്ങള്, ഭൗതികമായ പല വിഷയങ്ങള്, ന്യായപ്രമാണം സംബന്ധിച്ച് എനിക്ക് പലതും ഉണ്ടായിരുന്നു. എങ്കിലും എന്റെ കർത്താവ് എന്നെ ഒന്ന് പഠിപ്പിച്ചു. എങ്കിലും എന്താണ്? എനിക്ക് ലാഭമായിരുന്നു. എനിക്ക് അവയെല്ലാം വച്ചു പുലർത്തിക്കൊണ്ട് പോയായിരുന്നെങ്കിൽ ലോകപ്രകാരം ലാഭമുള്ള കാര്യമായിരുന്നു. എന്ന് വെച്ചാൽ അക്കാലത്ത് യഹൂദന്മാരുടെ അംഗീകാരം കിട്ടാൻ, സന്ധ്യത്രി സംഘത്തിൽ അംഗമായിരിക്കാൻ, മറ്റുള്ളവരെ മാന്യമായി കാണുവാൻ, യാതൊരു ഉപദ്രവമില്ലാതെ പ്രമാണിത്വം ചമഞ്ഞുകൊണ്ട് യഹൂദന്മാരുടെ ഇടയിൽ ശ്രേഷ്ഠമായി നിൽക്കുവാൻ, ഈ ന്യായപ്രമാണത്തിന്റെ പ്രമാണങ്ങളെ മുറുകെ പിടിച്ച്
ആ നിഗമനങ്ങളിലും ആ ചിന്തകളിലും അന്ന് പഠിച്ചു വെച്ചതിലും പോയാൽ മതിയായിരുന്നു. എന്നാൽ താൻ പറയുകയാണ്, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണി. പ്രൈസ് ദി ലോർഡ്. തന്റെ ജീവിതത്തില് താൻ ഛേദമെന്നെണ്ണി. അതിന്റെ ലാസ്റ്റിൽ ഒരു വാക്കുണ്ട്, താൻ സകലതും ചപ്പ എന്ന്. 10-ാം അതിന്റെ അവിടെ ഒരു വാക്കുണ്ട്, ചവറ് എന്ന് എണ്ണുന്നു എന്ന്. ഇങ്ങനെ വല്ലവിധേനം എന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ്. അവിടെ പറയുന്നത് എല്ലാം ചവറ് എന്നെണ്ണുന്നു എന്ന് വെച്ചാൽ തനിക്കിന്ന് ഭൗതികമായ ഉയർച്ചകൾ തന്റെ ജീവിതം, പൗലോസിന്റെ കാര്യമാണ് പറയുന്നത്, ഭൗതികമായിട്ട് തനിക്ക് പ്രശംസിപ്പാൻ പല കാര്യം ദൈവം തന്നു. എന്നാൽ ആ ഭൗതിക കാര്യങ്ങളിലൊന്നും ഞാൻ ഉയരുന്നില്ല. ഒരു സ്തോത്രം പറയാമോ എന്നോട് ചേർന്ന്? അതിനെയെല്ലാം ലാഭമായിരുന്നതിനെയൊക്കെയും ഞാൻ ഛേദമെന്നെണ്ണുന്നു. അവിടെ പറയുന്നത് ഞാൻ ചവറ് എന്നെണ്ണുന്നു. തന്റെ കാഴ്ചപ്പാട്, തന്റെ പാഠ്യ മനോഭാവം, തന്റെ ശീലം താൻ മാറ്റുകയാണ്. അതെല്ലാം ഇതെനിക്കുണ്ട് എന്ന് പറഞ്ഞ് ഒരു കാലഘട്ടം മാറ്റിയിട്ട് യേശുവിന്റെ മുഖം തന്റെ മേൽ വീണപ്പോൾ, അവന്റെ ചുമട് കർത്താവ് തന്റെ മേൽ വച്ചു കഴിഞ്ഞപ്പോൾ പൗലോസ് പറയുകയാണ്, എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാന് ഛേദമെന്നെണ്ണുന്നു, ചവറ് എന്നെണ്ണുന്നു. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ നമുക്കറിയാം, കർത്താവിന്റെ അടുക്കല് ഒരാൾ വന്നപ്പോൾ, എന്തുവാ, ഞാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് ഞാൻ എന്ത് വേണം, പല കാര്യം പറഞ്ഞപ്പോൾ അവസാനം കർത്താവ് പറഞ്ഞ ഒരു വാക്യമുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് വന്ന് എന്നെ അനുഗമിക്കുക. അവന് വളരെ ദുഃഖിച്ചങ്ങ് പോയെന്ന. അവിടെ ശിഷ്യന്മാർ ചോദിച്ചു, എന്താണ് അങ്ങനെയെങ്കിൽ ആർക്കും എവിടെ പോകാനൊക്കത്തില്ല, സ്വർഗരാജ്യത്തിൽ പോകാൻ ആർക്കും കഴിയില്ലല്ലോ. എന്തായാലും കർത്താവോട് ഒരു മറുപടി പറയുന്നുണ്ട്. എന്താണ് സോറി ആ വാക്യം? മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്താൽ എന്താണ് സാധ്യം. അതിന്റെ അർത്ഥം എന്താണ്? കർത്താവ് ഇതിന്റെ മധ്യേ പഠിപ്പിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അദ്ദേഹം ഇട്ടേച്ചു പോയി. എന്നാൽ വല്ലതെങ്കിലും ഉണ്ടെങ്കിലും കർത്താവ് വിചാരിച്ചാൽ മനുഷ്യരാൽ അസാധ്യമാണ്, എന്നാൽ ദൈവത്താൽ സകലതും സാധ്യം. എന്ന് വെച്ചാൽ സകല ഭൗതിക അനുഗ്രഹങ്ങളുടെ മധ്യയിലും ഒരു ദൈവ പൈതലിന് ഹല്ലേലൂയ അവയെ ചപ്പെന്നും ചവറെന്നും എണ്ണിക്കൊണ്ട് അതിന്റെ മധ്യേ നിൽക്കുവാൻ കർത്താവിന്റെ പാഠശാലയിൽ ഒരു പഠനമുണ്ട്. കർത്താവ് ഒരു ശീലം കൊടുക്കുന്നുണ്ട്. അത് അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്ന് തന്നാലും ഇതൊന്നുമില്ല, ഇതൊക്കെ നിലനിൽക്കുന്നതല്ല, ഇത് ചപ്പാണ്, ചവറാണ്. ഇതെല്ലാം വിട്ടിട്ട് നമുക്ക് പോകേണ്ടുന്ന ഒരു ദിനമുണ്ട്. കൊണ്ടുവന്നതൊന്നുമില്ല, ഒന്നും കൊണ്ടുപോകുവാനും കഴിയുകയില്ല. എല്ലാം ഈ ലോകത്തിട്ടിട്ട് പോകണം. അതുകൊണ്ട് ഇവയിലൊന്നും എനിക്ക് പ്രശംസിക്കേണ്ട കാര്യമില്ല. ഇവ ചപ്പാണ് എന്നുള്ള മനോഭാവം. മനുഷ്യരാൽ അസാധ്യം എന്ന് വെച്ചാൽ കർത്താവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞ ആ വ്യക്തി ജീവിതത്താൽ അത് അസാധ്യമാണ്. അവന്റെ അന്നത്തെ മനോഭാവം, പഠനം, അവന്റെ ശീലമനുസരിച്ച് അവന്റെ മനസ്സിന് അത് അസാധ്യമാണ്. എന്നാൽ അവൻ ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, കർത്താവിന്റെ പാഠശാലയിൽ അടുത്ത ചുവടിന് വേണ്ടി അവൻ നിന്നില്ല. നിൽക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ദൈവം പഠിപ്പിച്ചേനെ. ഞാൻ എൻ്റെ ചിന്ത ദൈവസന്നിധിയിൽ പറയുകയാണ്. നമുക്ക് തിരുത്തുവാൻ അവസരമുണ്ട്. ഞാൻ എൻ്റെ ആ ഭാഗം ഈ ദിനങ്ങൾ അങ്ങനെ ചിന്തിപ്പിച്ചു. അങ്ങനെയെങ്കിൽ കാരണം പൗലോസിനെ അതാ പഠിപ്പിച്ചത്. കാരണം തനിക്ക് ഭൗതികമായ, നമുക്കറിയാം, കപ്പലുടമ അല്ലെങ്കിൽ സകലതുമുള്ള വ്യക്തി. എന്നാൽ താൻ പറയുകയാണ്, തനിക്ക് ദൈവം തന്നതെല്ലാം താൻ എന്ത് ചെയ്തു? ഹല്ലേലൂയ, സകലതും ചവറ് എന്ന് എണ്ണിക്കൊണ്ട് ഹല്ലേലൂയ ലാഭമായിരുന്നതൊക്കെയും ദൈവസന്നിധിയിൽ എന്ത് ചെയ്തു? ഛേദമെന്നെണ്ണി താൻ മുൻപോട്ട് പോകുവാനിടയായി. പാഠം എന്താണ് താൻ പഠിച്ചത്? ഹല്ലേലൂയ, എൻ്റെ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ, എനിക്ക് ലാഭമായിരുന്നത് ഛേദമെന്ന് പഠിക്കുവാൻ ദൈവം കൃപ ചെയ്തു. ഉയർച്ച വരുമ്പോൾ ദൈവം പഠിപ്പിച്ച ഒരു കാര്യം, ലാഭമായിരിക്കുന്നത് ചപ്പെന്നെണ്ണി. എന്ന് വെച്ചാൽ ലോകത്തിന്റെ ഏതൊരു ഉയർച്ചകളും മാറിപ്പോകുന്നതാണ്. അത് നമുക്ക് എത്ര ഉണ്ടായാലും അതൊന്നും നമുക്ക്
താൻ അതിനിൽ പ്രശംസിക്കാതെ ദൈവം ശില്പിയായി നിർമ്മിച്ചത്, അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനു വേണ്ടി താൻ നോക്കി പാർത്തിരുന്നത് പോലെ ദൈവം തന്റെ ജീവിതത്തെ മാറ്റിമറിപ്പാനിടയായി. പകൽക്കാലം ലാഭമെന്ന് തോന്നുന്നത് ഭൗതികതയിൽ എന്തെങ്കിലും നമുക്ക് ആശ്രയിച്ചാൽ അതിന് നമുക്ക് നിലനിൽപ്പില്ല. എന്നാൽ കർത്താവിന്റെ പാഠശാലയില് അവന്റെ മുഖമേറ്റ് അവനോട് പഠിപ്പാൻ ആരെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ, ഇതൊക്കെ ഞാൻ പറയുന്നത് ആത്മാവിനാരൊന്ന് വിധേയപ്പെടുമോ? പരിശുദ്ധാത്മാവിന്റെ പാഠശാലയില് നല്ല ആശ്വാസപ്രദൻ, നല്ല ഉപദേശകൻ, നല്ല വഴികാട്ടി ആ കർത്താവ്, നല്ല നമ്മെ സകലതിനും ബോധം വരുത്തുന്ന ആ ദൈവത്തിന്റെ ആത്മാവിന്റെ മുൻപില് ഇന്ന് രാത്രിയിൽ ആരൊന്ന് ഏൽപ്പിച്ചു കൊടുക്കും. വചന കേൾവിൽ എല്ലാവരും ഒരു സ്തോത്രം പറഞ്ഞുകൊണ്ട്, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല വിദ്യാഭ്യാസം കാണുമായിരിക്കും, നല്ല സാമ്പത്തിക നില കാണുമായിരിക്കും, നല്ല ശാരീരിക കഴിവുകൾ കാണുമായിരിക്കും, ചില കുടുംബ ശ്രേഷ്ഠതകളൊക്കെ കാണുമായിരിക്കും. പൗലോസിനെ പോലെ പ്രശംസിക്കുവാൻ പലതും ഒരുപക്ഷെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോൾ കർത്താവ് അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവൻ, സകലതിന്റെയും നിർമ്മിതാവ്, സകലതിനും ഹല്ലേലൂയ ദൈനംദിന ചലനം നൽകി അവയെ പോറ്റി പുലർത്തുന്ന ദൈവത്തിന് നമ്മുടെ പ്രശംസാ വിഷയമായ ഭൗതികതകൾ ഒന്നും ഒരു പ്രശംസയ്ക്ക് കാരണമല്ല. അതെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നുമില്ല. മനുഷ്യരാൽ അസാധ്യം, ദൈവത്താൽ സകലതും സാധ്യം. രണ്ടാമത് ഒരു പാട്ടിലൂടെ ഞാൻ വേഗത്തിൽ ഒന്ന് കടന്നു പോയിട്ട് ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത് ആത്മീയ താഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ വേണം. ഞാൻ ഭൗതിക താഴ്ചയും ഭൗതിക ഉയർച്ചയും പറഞ്ഞു. അതിലെ പൗലോസ് എങ്ങനെയാണ് അതിലൂടെ ഒരു അർത്ഥം കണ്ടെത്തിയതെന്ന് അതേ വചനത്തിൽ താഴെ പറഞ്ഞു. താഴ്ചയുള്ള നമ്മുടെ ശരീരം, അല്ലെങ്കിൽ ആത്മീകമായിട്ട് തകർന്നു പോകുന്ന റോമലേഖനം അതിൻ്റെ റോമർ 7:24-25 ഒന്ന് വായിച്ചു. റോമർ 7:24-25. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ. അതിന്റെ ആരംഭം, അതായത് 15 മുതൽ വായിക്കുമ്പോഴാ ന്യായപ്രമാണത്തെ അനുസരിച്ച് പോവുകയും അതിലൂടെ ആത്മീകമായി ജയം കിട്ടാതെ ഇരിക്കുകയും ചെയ്യുന്ന അനേക സംഗതികൾ അവിടെ പറയുന്നുണ്ട്. ഒന്നിട്ട് വചനം അവിടുന്ന് വായിച്ചു വിട്ടെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല, പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ഞാൻ പലതും നല്ലത് ഇച്ഛിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ പകയ്ക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. എന്റെ ജഡത്തില് എന്ത് വസിക്കുന്നില്ല? നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ. ഇച്ഛിക്കാത്ത തിന്മ എത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ. വചനങ്ങൾ അങ്ങോട്ട് വായിക്കും. നമുക്ക് എല്ലാവരും വളരെ പരിചയമുള്ള വചനങ്ങളാണല്ലോ. അല്ലെ പൗലോസ് അവസാനം പറയുന്നു ഇങ്ങനൊരു വാക്കുണ്ട്, അയ്യോ ഞാന് അരിഷ്ട മനുഷ്യൻ. ആത്മീയ സംബന്ധമായിട്ട് തനിക്ക് താഴ്ച മാത്രമാണുള്ളത്. ആത്മീയമായി ഉയരുവാൻ കഴിയുന്നില്ല. ആത്മീയമായി പലതും നന്മ ചെയ്യണമെന്നുണ്ട്, പല കാര്യങ്ങളിൽ ഉയർന്നു വരണമെന്നുണ്ട്. എനിക്ക് നല്ല ഇച്ഛകളുണ്ട്, നല്ല ആഗ്രഹങ്ങളുണ്ട്, ഞാൻ പകയ്ക്കുന്നത് പലതുമുണ്ട്. പക്ഷേ അത് പ്രവൃത്തി പദത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഇച്ഛിക്കുന്നതല്ല, ഞാൻ പകയ്ക്കുന്നതിനെ ഞാൻ അറിയാതെ ചെയ്യുകയാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. സാധ്യതയുണ്ട്. എന്നാൽ നമുക്ക് അവിടെ പൗലോസ് പറയുന്ന ഒരു വചനമുണ്ട്. അതിന്റെ നമ്മൾ നേരത്തെ വായിച്ച വചനം തന്നെയാണ്. 25-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? ഇതെല്ലാം ന്യായപ്രമാണത്തില് ആശ്രയിച്ചു പോകുന്ന ഒരാൾക്ക് ജഡത്തില് നന്മ ചെയ്യുവാൻ കഴിയത്തില്ല. ആഗ്രഹമുണ്ട്, പലതും അവർ പ്രവർത്തിപ്പാൻ ആഗ്രഹിക്കുന്നു.
പ്രവൃത്തി പദത്തിൽ വരുമ്പോൾ പലതും അതിന് വിരുദ്ധമായാണ് സംഭവിക്കുന്നത്. നമ്മളും എപ്പോഴും ആത്മാവിൽ മുൻപോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ കയറിപ്പറ്റുന്ന അനേക ജഡസ്വഭാവങ്ങളുണ്ട്. പ്രത്യേകിച്ച് യുവാക്കള്. പലർക്കും അറിയാം നമുക്ക് എപ്പോഴും നല്ല ആഗ്രഹം, നല്ലത് മാത്രം ചെയ്യണം, നന്മ മാത്രം ചെയ്യണം, തിന്മയൊന്നും ചെയ്യരുത്. എന്നാൽ ആത്മാവിന്റെ നിയന്ത്രണമില്ലെങ്കിൽ ഇതിലൂടെ ഒന്നും ജയം വരിച്ച് മുൻപോട്ട് പോകുവാൻ നമുക്ക് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് 25-ാം വാക്യത്തില് പൗലോസ് ന്യായപ്രമാണം അല്ലാതെ ഒരു കാര്യത്തിൽ താൻ സന്തോഷിക്കുകയാണ്. എന്താണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു കാര്യം, മറ്റേ ന്യായപ്രമാണമാ. എന്നാൽ യേശുവില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. യേശുവിന് വിരുദ്ധമായി പ്രവർത്തിച്ച കാലഘട്ടം, ന്യായപ്രമാണം പഠിപ്പിച്ചും ചെയ്തും പോയ കാലഘട്ടം. ഒരു പാപത്തിനൊരു യാഗം കഴിച്ച് അതിൽ നിന്ന് ജയം നേടാമെന്ന് വിചാരിച്ച് പലപ്പോഴും മുൻപോട്ട് പോയ സാഹചര്യങ്ങളില് ഇച്ഛിക്കാത്തത് തിന്ന് ചെയ്തു പോയ അനുഭവത്തിൽ നിന്ന് ഞാനിപ്പോൾ എന്റെ കർത്താവായ യേശുവിൽ സന്തോഷിക്കുന്നു. താൻ ഒരാളിനെ കണ്ടുമുട്ടി, യേശുവിലൂടെ ഒന്ന് പറഞ്ഞു, ഒന്ന് മനസ്സിലാക്കി. കാരണം ഈ ന്യായപ്രമാണത്തെ ജയിപ്പാൻ പിതാവായ ദൈവം നമ്മുടെ അടുക്കലേക്ക് അയച്ച, ആത്മാവിൽ അയച്ച ഒരുവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. യേശുവിന്റെ പ്രമാണത്തിന് അഥവാ പുതിയ നിയമത്തിന് അഥവാ ആത്മാവിന്റെ പ്രമാണത്തിന് 8:2 ഒന്ന് വായിച്ചേ. 8:2 ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. എന്തു വരുത്തിയിരിക്കുന്നു? എന്താണ് സ്വാതന്ത്ര്യം? ഹല്ലേലൂയ. പൗലോസ് ദൈവസന്നിധിയില് പഠിച്ചതും പുതിയ നിയമസഭയ്ക്ക് ഇന്ന് ഏറ്റവും ആധാരമായി അവരുടെ ജീവിതത്തില് ആപ്തവാക്യമായിട്ട് എടുത്ത് ധ്യാനിച്ച് വിശ്വസിച്ച് കൊണ്ടുപോകുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാന വചനമാണ് റോമാലേഖനം 8:2. എന്താണ്? നമ്മൾ ഏതാണ്? ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിൽ വന്നിരിക്കുക. അതിനൊരു സ്തോത്രം പറയാമോ? മനസ്സിലായവർ ഒന്ന് സ്തോത്രം പറഞ്ഞേ. ഇത് ന്യായപ്രമാണമല്ല, പിന്നെ ഇതെന്താണ്? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. മറ്റേത് ജഡത്തിന്റെ പ്രമാണം. ഇച്ഛിക്കാത്തത് തിന്ന്, ഇച്ഛിക്കാത്തത് ചെയ്ത് നിരാശരായി ജഡത്തില് ഭാരപ്പെട്ട് നിരാശപ്പെട്ട് തകർന്നു പോകുന്ന അനുഭവങ്ങള് ന്യായപ്രമാണത്തിലൂടെ കൊടുക്കുമ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന ജീവന്റെ ന്യായപ്രമാണം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്കെന്ത് ചെയ്യുന്നു? പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവിൽ എന്ത് വരുത്തിയിരിക്കുന്നു? ചേർന്ന് പറഞ്ഞ് എന്ത് വരുത്തിയിരിക്കുന്നു? സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കാം. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. പിന്നെയും പഴയ അടിമനുഖമായിരിക്കുന്ന ന്യായപ്രമാണത്തില് കുടുങ്ങിപ്പോകരുത്. നമുക്ക് തന്ന സ്വാതന്ത്ര്യത്തിൽ നമ്മൾ നിലനിൽക്കണം. ശത്രുവിന്റെ ഒരു പദ്ധതിയുണ്ട്, പിറകിലൊരു ഫറവോനുണ്ട്. ഇറങ്ങി തിരിച്ച ജനത്തിന് പിന്നാലെ നടന്നുകൊണ്ട് പഴയ അടിമനുഖവുമായിട്ട് ഓരോ ദൈവ പൈതലിന്റെയും പിന്നാലെ പഴയ ന്യായപ്രമാണത്തിലേക്ക് അഥവാ പാപത്തിലേക്ക് അവനെ കെട്ടിക്കൊണ്ടുപോകുവാൻ ഫറവോന്റെ ശക്തികള് പഴയ മുഖവുമായിട്ട് നമ്മുടെ പിന്നാലെയുണ്ട്. ഇറങ്ങി തിരിച്ച ഇസ്രായേൽ ജനത്തിന്റെ പിന്നാലെ ഫറവോൻ ഇങ്ങനെയാണ് പറഞ്ഞത്. എന്താ? ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആശ അവനാൽ പൂർത്തീകരിക്കും, ഞാൻ എന്റെ വാളൂരും, ഞാൻ അവനെ നിഗ്രഹിക്കുമെന്ന് ആര് പറഞ്ഞു? ഫറവോൻ പറഞ്ഞു. അപ്പോൾ ഫറവോന് പഴയ ന്യായപ്രമാണം അതെപ്പോഴും നമ്മുടെ പിന്നിൽ കാണും. എന്ന് വെച്ചാൽ ഒരു ദൈവപൈതലേതിൽ നിന്ന് വിട്ടുപോർന്നുവോ അതിലേക്ക് അവനെ വലിച്ചു കൊണ്ടുപോകുവാൻ രക്തത്താൽ ജയം, രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. രാത്രി വചനം നമ്മുടെ ഉള്ളകളിലേക്ക് ആഴത്തിലൊന്ന് പതിക്കട്ടെ. യവനക്കാരെ
നമ്മൾ ഇറങ്ങി തിരിച്ച മേഖലകളിലേക്ക്. ശത്രുവായവൻ അടിമതുകം. ഇവിടെ പൗലോസ് പറയുന്നത് ന്യായപ്രമാണം എന്ന വിഷയമാണ്. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം, അഥവാ പഴയ പാപത്തിന്റെ അനുഭവം. ആ നുകം നമ്മുടെ മേൽ വീണ്ടും വച്ചു കെട്ടിക്കൊണ്ട് പഴയ പാപത്തിലേക്ക്, പഴയ അടിമത്തത്തിലേക്ക്, സ്വാതന്ത്ര്യമില്ലാത്ത അനുഭവത്തിലേക്ക്, അടിമ വേലയിലേക്ക് നമ്മെ പിടിച്ചുകൊണ്ടു പോകുവാൻ അവൻ പറയുന്ന വചനം ഇതാ: ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആഗ്രഹം അവനാൽ പൂർത്തീകരിക്കും, ഞാൻ എൻ്റെ വാളൂരും, അവനെ എന്ത് ചെയ്യും? നിഗ്രഹിക്കും. ഞാൻ അവനെ നിഗ്രഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പിന്നാലെ വരുന്ന ഒരു ശത്രുവുണ്ട്. രക്തത്താൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. ഇന്ന് രാത്രികാലം ഈ ഉപവാസ ദിനത്തിന്റെ മധ്യയിൽ ചില അന്ധകാര ശക്തികള്, ചില പാരമ്പര്യ ശക്തികള്, പഴയ വിഷയങ്ങള്, പഴയ നമ്മെ ബന്ധിച്ചിരിക്കുന്ന, നമ്മെ കടന്നുകൂടി നമ്മെ ഒരു കാലത്ത് പിടിച്ചിരുന്ന, നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെ ബന്ധിച്ചു വെച്ചിരുന്ന പല വിഷയങ്ങളിലേക്കും അത് മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷീണിതരാക്കി നമ്മെ അതിലേക്ക് കൊണ്ടുപോയി വാളൂരി നിഗ്രഹിച്ച് തന്റെ ആശ നമ്മിലൂടെ സാധിച്ചെടുപ്പാൻ ശ്രമിക്കുന്ന ശത്രു ശക്തികളുണ്ട്. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തില് അതിന്റെ മേൽ ജയമെടുക്കുവാൻ ദൈവജനത്തിന്റെ മധ്യയില് ഈ വചനം ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തില് വിളിച്ചു പറയുകയാണ്. അധികാരമുള്ള യേശുവിന്റെ നാമത്തില് പഴയത് നീങ്ങിപ്പോയി, ഇതാ പുതുതൊന്ന് വന്നിരിക്കുന്നു. മുൻപേ ഉള്ളത് വിചാരിക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. അല്ലെങ്കിൽ ഇപ്പോൾ പുതിയതൊന്നും തരുന്ന ഒരു ദൈവം, ഒരു പുതിയ നിയമത്തിന്റെ അല്ലെങ്കിൽ അനുഭവത്തിലേക്ക് നമ്മെ വിളിച്ചു വരുത്തിയെങ്കിൽ പുതിയ നിയമത്തിന്റെ ആത്മാവിന്റെ ആരാധനക്കാരായി ആരാധിക്കാം. അല്പസമയം ആത്മാവിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഉടാമ സന്തരാജല രഗമസ്യ ഉടിമന ഹബ്ബനാര ബൗഡിമന ഗദുര ജലാരഗക്ഷസ്യ അദാര ബൗഡമന ഗദുര ജലാരഗസ്യ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് അല്ലെങ്കിൽ അടിമനുഖങ്ങള് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തില് വിട്ടുമാറട്ടെ. പിന്തുടരുന്ന ശക്തികള് ചിലതിനെയൊക്കെ പിറകോട്ട് വലിച്ചടുപ്പിക്കുന്ന, പിറകോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്ന ദുഷ്ടന്റെ ഹല്ലേലൂയ പിന്തുടർച്ചകളെ അധികാരമുള്ള യേശുവിന്റെ നാമത്തില് ബ്രേക്ക് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഫറവോനെ അവന്റെ സൈന്യത്തെ ചെങ്കടലില് തള്ളിയിട്ട ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇന്ന് പകൽക്കാലം ഈ ഹോളിനുള്ളില് ദൈവജനത്തിന്റെ ഹൃദയങ്ങളില് യേശുവിന്റെ നാമത്തില് വ്യാപരിക്കുകയാണ്. അധികാരമുള്ള യേശുവിന്റെ നാമത്തില് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ഉടാബ സന്തര ജലാരഗമ സന്തര ജലരികസ്യ ഉടമന ഗന്ധനാര ബൗഡമന ഗദുര ജലാരഗക്ഷസ്യ രേബാലാബ രാബ ഛണ്ട രേബാലാബ ഛൈഡാദാന രേഗാ സന്ദ അത്തബര ബൗഡമാന ദുരാദാന രേഗമാന അത്തമാന ദുടാദാന രേബ സന്ദ രേബാലാബ അത്തമാന ദുടാദാന രേഗമാന. ദുഷ്ടന്റെ എല്ലാ പ്രവർത്തികളും അറിയട്ടെ യേശുവിന്റെ നാമത്തില്. അങ്ങയുടെ ആശ, ഹല്ലേലൂയ, അങ്ങയുടെ വിളിയാലുള്ള ആശ, ദൈവത്തിന്റെ ആശയാണ് നമ്മിൽ നിറവേറേണ്ടത്. അങ്ങയുടെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് ഇന്ന് രാത്രിയിൽ നാം എല്ലാവരും മനസ്സിലാക്കണം. ദൈവത്തിന്റെ വിളിക്ക് പിന്നിൽ ഒരു ആശയുണ്ട്. അവന്റെ വിളിയാലുള്ള ആശ മനസ്സിലാക്കണം. എന്നാൽ ശത്രു പിറകിൽ നിന്ന് പറയുകയാണ്, എന്റെ ആശ അവനാൽ പൂർത്തീകരിക്കുമെന്ന്. ദൈവത്തിലെ നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു ആശയുണ്ട്. അത് വിളിയാലുള്ള ആശയാണ്. നിന്നെ വിളിച്ചപ്പോൾ നിനക്ക് വേണ്ടി ദൈവം ഒരു പദ്ധതി ഒരുക്കി, ഒരു വഴി തുറന്ന്, ഒരു വ്യക്തമായ പ്ലാന് അത് ദൈവം രേഖപ്പെടുത്തി, ദൈവം തന്റെ കരങ്ങളിൽ വെച്ച് നിനക്ക് തരുവാനിടയായിട്ടുണ്ട്. ഹല്ലേലൂയ. വിളിയാലുള്ള ആശ ഇന്ന് രാത്രിയിൽ ഓരോ ദൈവവൈതലും മനസ്സിലാക്കണം. വിളിച്ചതിനൊരാശയുണ്ട്, വിളിച്ചതിനൊരു ഇഷ്ടമുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, താല്പര്യമുണ്ട്. നിന്നെ ആശയിൽ ദൈവം കണ്ടപ്പോൾ പിറകിലെ ശത്രുവിനും അവൻ പറയുന്നത്, എന്റെ ആശ അവനാൽ പൂർത്തീകരിക്കും. പിറകിൽ നിന്ന് ശത്രു പറയുന്നത് എന്താണ്? അവനും ഒരാശയുണ്ട്,
ആശ വിടുവിക്കപ്പെട്ട കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ വിടുവിക്കപ്പെട്ട ദൈവ പൈതലിനെ അതിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുവരുവാൻ ഇടയാകുമെന്നാണ് അവന്റെ ആശ. എന്നാൽ ഇന്ന് രാത്രിയിൽ അത് നടക്കത്തില്ല എന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ദൈവത്തിലെ യേശുവിന്റെ രക്തത്താൽ സംഹാരകൻ കടക്കാതെ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ വിടുവിക്കപ്പെട്ട് നമ്മൾ പെസഹ ആചരിച്ച് ഹല്ലേലൂയ നമ്മെ ദൈവം പുറപ്പെടുവിച്ചുവെങ്കിൽ നാം ക്രിസ്തുവിനുള്ളവരാണ്. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെയാണ്. ആ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമ്മൾ പ്രാപിച്ചത് ഏതാ? മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണമല്ല, മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. എനിക്ക് ക്രിസ്തു യേശുവില് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അതിൽ ഉറച്ചു നിൽപ്പീൻ, പിന്നെയും അടിമനുഖത്തില് കുടുങ്ങിപ്പോകരുത്. കുടുക്കുവാൻ, ചിലതിനെയൊക്കെ കുടുക്കുവാൻ, കുടുക്കിക്കളയുവാൻ, ആകാത്ത വലയിലും ആകാത്ത കുഴിയിലും അകപ്പെടുത്തിക്കൊണ്ട് ലക്ഷ്യം തെറ്റിച്ച് ഏതിലെങ്കിലും ഇട്ട് പിടിക്കുവാൻ അവൻ ആശയുമായിട്ട് പിറകിൽ നിൽക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി വചനത്തിലൂടെ അതിന് ഞാൻ പറയുന്നു എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെയുള്ള വിഷയങ്ങളുടെ മേൽ ഇന്ന് രാത്രി ദൈവം ജയം തരുകയാണ്. കുടുംബങ്ങളില്, തലമുറകളില്, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളില് പിശാച് അടിമനുഖങ്ങൾ വിഷയങ്ങൾ കൊണ്ടിട്ട് പലതിനെയും ചിതറിച്ച് പിന്നോട്ട് പകിച്ച് നിഗ്രഹിച്ച് അതിന്റെ പ്രവർത്തികൾ വരുത്തുവാൻ ശ്രമിക്കുന്ന എല്ലാ മേഖലകളിലും യേശുവിന്റെ നാമത്തിലുള്ള ജയം കൽപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ പൗലോസ് പറഞ്ഞു, അയ്യോ ഞാന് അരിഷ്ട മനുഷ്യൻ, പാപത്തിന് അധീനമായ എന്നുവെച്ചാൽ ആത്മീയ സംബന്ധമായി ഞാൻ വളരെ ക്ഷീണിച്ചു പോകുകയാണ്. ആഗ്രഹം പലതും ആത്മീകമാണ്, ഉള്ളത്തിൽ ആത്മീയ ആഗ്രഹം, പ്രവൃത്തിയിൽ വരുമ്പോൾ ഭൗതികതയില്ല അഥവാ പരാജയത്തിൽ പോകുന്ന ആത്മീയ താഴ്ചകള് അനുദിനം പൗലോസ് അനുഭവിച്ച് നേരിട്ട് പോയ അനുഭവങ്ങളുണ്ട്. എന്നാൽ പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള വിഷയങ്ങളില് മറുപടി ഒരു സ്ഥാനത്ത് മാത്രം. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം, only by Jesus Christ we can deliver from these problems. ഈ വിഷയങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിപ്പാൻ ഒരുവൻ മാത്രമാണുള്ളത്, യേശുവിന്റെ നാമമാണ്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണമാണ് എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവാകുന്ന നല്ല കാര്യസ്ഥൻ. പരിശുദ്ധാത്മാവെന്ന ആ നല്ല ശിക്ഷ, അതിന്റെ കീഴിലുള്ള ആ ശിഷ്യത്വം നമ്മിലൂടെ ദൈവം ആഗ്രഹിക്കുകയാണ്. എത്ര പേർ അതിനൊന്ന് ഏൽപ്പിച്ചു കൊടുക്കും? അപ്പോഴ് തന്റെ ആത്മീയ സ്ഥിതിയില് താഴ്ച അനുഭവിച്ചതിനെ എങ്ങനെ അതിന്റെ മധ്യേ ശീലിക്കണമെന്ന് തന്നെ ദൈവം പഠിപ്പിച്ചത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് ജയം നൽകുന്നു. അത് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. പരാജയ മേഖലകളില് ദൈവപൈതലേ നിനക്ക് വിടുതൽ തരുവാൻ ഒരു പേര് മാത്രമാണ്, അത് യേശു എന്ന നാമമാണ്. യേശുവിന്റെ നാമത്തില് ആരിന്ന് പകൽക്കാലം അടുത്തു വരുമോ അവർക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തെ എത്ര പേർ മുറുകെ പിടിക്കും? കർത്താവ് പോകുന്നതിന് മുൻപായിട്ടും നമുക്ക് സമ്മാനമായി ആത്മാവിനെ തന്നു, കാര്യസ്ഥനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ അയക്കാം. അപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു, എൻ്റെ നാമത്തിൽ. അപ്പോസ്തലരുടെ ആദ്യ അധ്യായങ്ങളിലൊക്കെ കാണുമ്പോൾ അപ്പോസ്തലന്മാർ ഉപയോഗിച്ച ഒരു പദം ഇതാ, ആവർത്തിച്ച് യേശുവിന്റെ നാമത്തിൽ, നിങ്ങൾ ക്രൂശിച്ച യേശുവിന്റെ നാമത്തിൽ. ആദ്യ അധ്യായങ്ങളിലൊക്കെ കാണുവാൻ പറയുന്നത്, കാരണം യേശു പറഞ്ഞു, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും എന്ന് തുടങ്ങിയുള്ള വാഗ്ദത്തങ്ങൾ കൊടുത്തുവെങ്കിൽ നമുക്ക് ജയത്തിനൊരു വഴി, അത് യേശുവിന്റെ നാമമാണ്.
അത് യേശുവിന്റെ രക്തമാണ്, അത് യേശുവിന്റെ ആത്മാവാണ്. ഈ വിഷയങ്ങളിൽ ആരും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമോ? പരാജയപ്പെടുത്തുവാൻ ശത്രു ശ്രമിക്കുന്ന മേഖലകളിൽ യേശുവിന്റെ നാമത്തിൽ ജയമുണ്ട്, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ട്. യേശുവിന്റെ ആത്മാവിനാൽ ഒരുവന് ജീവന്റെ ആത്മാവിന്റെ പ്രമാണമായിട്ട് ദൈവം അവനെ നടത്തുവാനിടയാകും. അങ്ങനെയെങ്കിൽ ആത്മീക താഴ്ച വരുമ്പോൾ പരാജയം എന്ന് പറഞ്ഞ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല പരാജയങ്ങൾ വന്നിട്ടുണ്ട്. ആരും എപ്പോഴും ജയിച്ചവരായല്ല. ജയിച്ചുവെന്ന് തോന്നുന്നവൻ തന്നെ ഒന്ന് ചോദന ചെയ്യാനാണ് ദൈവവചനം പറയുന്നത്. പൗലോസ് പോലും പറയുന്നുണ്ട്, ഞാൻ പിടിച്ചുവെന്നോ ഞാൻ ഒരു വാക്യം ഓർക്കുന്നുണ്ടോ? എനിക്ക് ലഭിച്ചുവെന്നോ, ഞാൻ തികഞ്ഞവനായി, അതെ, ഞാൻ തികഞ്ഞവനായി എന്നോ ഞാൻ പിടിച്ചുവെന്നോ ഞാൻ എന്ത് ചെയ്യുന്നില്ല, വിചാരിക്കുന്നില്ല. ഞാനും പിടിക്കാമോ എന്ന് നോക്കി എന്ത് ചെയ്യുക, ഓടുന്നതേ ഉള്ളൂ. ഞാൻ പിടിച്ചിട്ടില്ല, ഹല്ലേലൂയ, എനിക്ക് ലഭിച്ചിട്ടില്ല, ഞാൻ തികഞ്ഞവനായില്ല. സ്തോത്രം പറഞ്ഞേ. തികഞ്ഞവനായെന്ന് ആർക്കെങ്കിലും പറയുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നല്ല കാര്യം, ഞാൻ ദൈവത്തിൽ സന്തോഷിക്കുന്നു. അതും കഴിയും, ഞാൻ ഇല്ലെന്നൊന്നും പറയത്തില്ല. അതൊക്കെ ദൈവം നമ്മെ പണിയുന്ന അനുഭവങ്ങളാണ്. എന്നാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നിർത്തിയാൽ, കൃപയെന്ന വചനത്തിൽ കർത്താവ് നിർത്തി, ആത്മാവിൽ നിർത്തി, വചനത്തിൽ നിർത്തി, യേശുവിന്റെ ആത്മാവിന്റെ മറവിൽ നിർത്തുന്നുവെങ്കിൽ നമുക്ക് എല്ലാവർക്കും നിലനിൽപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ കരങ്ങളിൽ ശരണപ്പെടാം. നാലാമതൊരു കാര്യം കൂടെ വേഗത്തിൽ പറഞ്ഞ് ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. പൗലോസിനെ ആത്മീകമായും ദൈവം ഒത്തിരി ഉയർച്ചയിൽ കൊണ്ടുപോകുവാൻ പൗലോസ് പറഞ്ഞത്, താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം, എല്ലാ ഉയർച്ചയിലും എനിക്ക് ഇരിപ്പാൻ അറിയാം. ഞാൻ അതെന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്, ശീലിച്ചിട്ടുണ്ട്. ദൈവം തന്നെ നമുക്കറിയാം. പൗലോസ് ആരാണ്? ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത വ്യക്തി. എല്ലാ കൃപാവരങ്ങളും തനിക്കുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പലതുമുണ്ട്. അതിലൊരു ഈ വചനം ഒന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ 12:1-5 വരെ വേഗത്തിലൊന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ 12:1-5 വരെ. പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല. പൗലോസിന് പ്രശംസിക്കാനുള്ള ആത്മീയ വിഷയം അവിടെ പറയുന്നത്. എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. അത് ചിലപ്പോഴിച്ചിരി പ്രശംസിക്കുന്നതും ആവശ്യമായിരിക്കുന്നു. വായിക്കാം. ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. ഒരുവനെ എനിക്ക് അറിയാം. അവൻ 14 സംവത്സരം മുൻപേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പരദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യൻ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അവനെ കുറിച്ച് ഞാൻ പ്രശംസിക്കും. അവനെ കുറിച്ച് ഞാൻ എന്ത് ചെയ്യും? പ്രശംസിക്കും. എനിക്ക് പ്രശംസിപ്പാൻ വകയുണ്ട്. ഒരുവന് താൻ തന്നെ തന്റെ പേര് പറയുന്നില്ല, തന്നെ കുറിച്ചാണെന്ന് പറയുന്നില്ല. നമുക്കറിയാം ദൈവവചനത്തില് പലരും അങ്ങനെ പറയും. യോഹന്നാൻ പലപ്പോഴും എനിക്ക് ഒരുവനെ അറിയാം, അല്ലെങ്കിൽ ഒരു ശിഷ്യൻ, കർത്താവ് സ്നേഹിക്കുന്ന ശിഷ്യൻ, കർത്താവിന്റെ പ്രിയ ശിഷ്യൻ എന്നൊക്കെ പറഞ്ഞ് തന്റെ പേര് മറച്ചുകൊണ്ട്, ഹല്ലേലൂയ, കർത്താവ് സ്നേഹിക്കുന്നവരെന്ന് പറഞ്ഞ് തന്നെ വെളിപ്പെടുത്താതെ മറക്കുന്ന ഒരു യോഹന്നാനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ പൗലോസും തന്റെ ആത്മീയ ഉയർച്ചയില് താനാണത് എന്ന് ആരും അറിയണ്ട എന്ന് വിചാരിച്ചായിരിക്കാം. എനിക്ക് ഒരുവനെ അറിയാം, അവൻ എവിടം വരെ എടുക്കപ്പെട്ടു? വലിയൊരു ഉയർച്ചയിൽ ദൈവം അവനെ ഒരിക്കലാക്കുവാനിടയായി. തന്റെ ജീവിതയാത്രയില് 3-ാം സ്വർഗത്തോളം ദൈവം അവനെ ഒരിക്കൽ കൊണ്ടുപോയി. അവൻ വിവിധ ഭാഷകൾ അവിടെ കേട്ടു. മനുഷ്യന് ഉച്ചരിപ്പാനോ മനസ്സിലാകുവാനോ കഴിയാത്ത കാര്യങ്ങൾ അവൻ തന്റെ കണ്ണുകൊണ്ട് കാണുകയും അവന്റെ ചെവി കൊണ്ട് കേൾക്കുകയും ചെയ്യുവാനിടയായി. അവൻ ആരെന്താ താൻ തന്നെയാണെന്ന് അവിടെ പറയുന്നില്ല. എന്നാൽ പൗലോസിനെ കുറിച്ച് പറയുകയാണ്, എനിക്കൊരുവനെ അറിയാം. തന്റെ ജീവിതത്തില് പരിശുദ്ധാത്മാവിന്റെ വലിയ നിയന്ത്രണത്തിൽ താൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, അല്ലെങ്കിൽ വലിയ
ഉപദ്രവങ്ങൾ തനിക്ക് നേരിട്ട് അബോധാവസ്ഥയില്, അങ്ങനെയും ചിത്രീകരിക്കുന്ന ഭാഗങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അബോധാവസ്ഥയിലായി തീർന്നപ്പോൾ തന്റെ പ്രാണൻ മൂന്നാം സ്വർഗത്തോളം പോയ അനുഭവങ്ങളൊന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്നുകിൽ ദർശനത്തിലായിരിക്കാം, അല്ലെങ്കിൽ വെളിപ്പാടില് ആത്മീയാവസ്ഥയിലായിരിക്കാം, അല്ലെങ്കിൽ തൻ്റെ ആത്മാവ് മരണത്തോളം, പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഞാൻ മരണത്തോളമായ അനുഭവങ്ങളുമുണ്ട് എന്ന്. അങ്ങനെയെങ്കിൽ അപ്പോഴൊരു കാര്യം, താൻ എവിടെ വരെ പോയി? യേശു ഇറങ്ങി വന്ന, യേശു ആകെ അവിടെ അല്ലെങ്കിൽ പോയിട്ടുള്ള ഒരാളെന്ന് നമ്മൾ കേട്ടുള്ള കർത്താവിനെ കുറിച്ചാ. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഞാൻ എവിടെ വരെ പോയിട്ടുണ്ട്? മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എനിക്ക് പ്രശംസിപ്പാനാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അങ്ങനെയുള്ള ഒരുവനെ അറിയുന്നു. എന്നാൽ ഒൻപതാം വാക്യം, എന്റെ കൃപ അവൻ എന്നോട്, അതിന് മുകളിലുള്ള വാക്യങ്ങളൂടെ ഒന്ന് വായിക്കാം. അത് എന്നെ ഏഴാം വാക്യം മുതൽ, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി, എനിക്ക് എന്തുണ്ട്? വെളിപ്പാടുണ്ട്. വെളിപ്പാട് മുഖേന അല്ലെങ്കിൽ ദർശനങ്ങൾ മുഖേന ഒരു മനുഷ്യന് മൂന്നാം സ്വർഗത്തോളം ഒരിക്കൽ എടുക്കപ്പെടുവാനിടയായി. ലോകത്തിൽ ആർക്കും കഴിയാത്ത ആത്മീയ ഉയർച്ചയിലേക്ക്, ആത്മീയ കൃപകളിലേക്ക്, വരങ്ങളിലേക്ക്, ദൈവം കൊടുത്ത പ്രത്യേക ആത്മീയ അനുഭവത്തിലേക്ക് ഒരിക്കൽ ദൈവം പൗലോസിനെ ഉയർത്തുവാനിടയായി. എന്നാൽ പൗലോസിനെ ദൈവം ഒന്ന് പഠിപ്പിച്ചു. എന്നാൽ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ, വായിച്ചേ, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ, ചെയ്യരുത്, അതിയായി നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. എനിക്ക് ജഡത്തിൽ എന്ത് തന്നിരിക്കുന്നു? ശൂലം ദൈവം പഠിപ്പിച്ചതാ. അത് അടുത്ത വാക്യം കൂടെ വായിച്ചേ. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്ത് വരാം? ആത്മാവിൽ ഉയർച്ച വന്നു കഴിഞ്ഞാൽ ദൈവം ഇറക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ആത്മീയ നിഗളം വരുവാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഒത്തിരി വിശുദ്ധനാണ്, അല്ലെങ്കിൽ ഒത്തിരി പ്രത്യേകതകള്, വെളിപ്പാടുണ്ട്, പ്രവചനമുണ്ട്, വ്യാഖ്യാനമുണ്ട്, പലതുമുണ്ട് എന്ന് സ്വയം പുകഴുന്ന അനുഭവങ്ങള് എന്റെയും നിങ്ങളുടെയും ഒക്കെ ഒരുപക്ഷെ ജീവിതത്തില് കടന്നു വരുവാൻ സാധ്യതകളുണ്ട്. ചില പ്രാർത്ഥനകൾക്കൊരു മറുപടി തരുമ്പോൾ, ചില പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങളും നന്മകളും, അത് ആത്മീകമോ ഭൗതികമായ നിലകളില് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ മനുഷ്യന് സംഭവിപ്പാൻ കഴിവുള്ള ഒരു അനുഭവമാണ് ആത്മീയ നിഗളം വരുവാൻ സാധ്യതയുണ്ട്. രക്തത്താൽ ജയം, യേശുവിൻ നാമത്തിൽ ജയം. എന്നാൽ നമുക്ക് അവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം എനിക്ക് എന്ത് തന്നിരിക്കുന്നു? എന്നെ കുത്തുവാൻ സാത്താന്റെ ഒരു ദൂതനെ തന്നിരിക്കുന്നു. അത് മാറുവാൻ, അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന്, ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. എത്ര വട്ടമാ? 3 വട്ടം. എന്ന് വെച്ചാല് എല്ലാറ്റിനും എപ്പോഴും അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട ദൈവമക്കളെ. പ്രാർത്ഥിച്ചതിന് പിന്നെ അങ്ങ് സ്തോത്രം പറഞ്ഞാൽ മതി. വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ചിലർ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇന്നും പ്രാർത്ഥിച്ച് നാളെ മറ്റന്നാൾ അവരുടെ പേര് പറഞ്ഞില്ലെങ്കിൽ ഇന്ന് പാസ്റ്റർ എന്ത് ചെയ്ത ഞങ്ങളെ മറന്നുപോയ വിഷയമില്ല. അല്ലെങ്കിൽ വിശ്വാസത്തോടെ ഒരിക്കൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലിന്റെ ഉള്ളില് ദൈവം ഒരു ധൈര്യം കൊടുപ്പാനിടയാകും. എന്താണ്? ഒന്നുകിൽ ഉടനെ വിടുതലുണ്ട്, അല്ലെങ്കിൽ അല്പം കഴിഞ്ഞുള്ള വിടുതലുണ്ട്, അല്ലെങ്കിൽ ഇതിനെന്തില്ല, വിടുതൽ ഒരുപക്ഷെ കിട്ടത്തില്ല. അതുകൊണ്ട് ആരും എപ്പോഴും പ്രാർത്ഥിക്കേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവപൈതല് ആത്മാർത്ഥമായി ഹൃദയപൂർവ്വം ദൈവസന്നിധിയില് ചില വിഷയങ്ങള് സമർപ്പിച്ചൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപേ അറിയുന്നു. അപ്പൊ പൗലോസ് 3 വട്ടം പ്രാർത്ഥിച്ചു. അപ്പോഴ് ഹല്ലേലൂയ, തനിക്ക് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെടുന്ന ആത്മീയ ഉയർച്ചയുണ്ടായി. വെളിപ്പാടുകളുടെ ഇങ്ങനെയുള്ള പല ആധിക്യങ്ങളും തന്റെ ജീവിതത്തിലുണ്ട്. അത് മുഖേന ഒരു മനുഷ്യന് വരാവുന്ന സംഗതിയാണ് ആത്മീയ നിഗളം. എന്നാൽ അത് വരാതിരിക്കേണ്ടതിന് കർത്താവ് തന്റെ പാഠശാലയിലൂടെ പൗലോസിനെ നടത്തുവാനിടയായി, തന്നെ ഒന്ന് പഠിപ്പിക്കുവാനിടയായി, തനിക്കൊരു ശീലം കൊടുക്കുവാനിടയായി. എന്താണ്? ഇത് നീ കുറച്ച് നാള് സഹിച്ചുകൊണ്ടാകും പോകണം. ഈ രോഗം എന്ത് ചെയ്യണം? ഇത് നീങ്ങത്തില്ല. പക്ഷെ എന്താണ്? എൻ്റെ കൃപ
നിനക്ക് മതി. സ്തോത്രം പറഞ്ഞേ. എന്ന് വെച്ചാൽ ഇത് ഞാൻ നീക്കത്തില്ല. ചില രോഗങ്ങള് ചിലപ്പോൾ കുറേ നാൾ നമ്മൾ കൊണ്ട് നടക്കണം. എനിക്കറിയാം ഒരു രോഗം ഞാൻ 2.5 വർഷം കൊണ്ട് നടന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പിന്നത്തേതിൽ ഒറ്റ പ്രാർത്ഥനയില്ല. എല്ലാവരോടും നിർബന്ധിച്ച് ഞാനൊരു ഡോക്ടറുടെ അടുത്ത് പോയി. ഡോക്ടർ ഒരു ലിസ്റ്റിങ് എഴുതി തന്നു, എല്ലാം പരിശോധിച്ചുകൊണ്ട് വരാം. ഞാൻ പാമാങ്കോട് സഭയിലായിരിക്കുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവമക്കളുടെ അടുത്ത് ആ ലിസ്റ്റ് കാണിച്ചിട്ട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. അന്ന് പ്രാർത്ഥിച്ചു. ആ വലിയ വിഷയം എന്ന് വെച്ചാൽ വലുതാ, ഞാൻ എൻ്റെ ആധിക്യം പറയുന്നില്ല, അന്ന് മാറുവാനിടയായി. ദൈവമക്കളെ കൃപയിൽ ആശ്രയിക്കുന്നു, കർത്താവിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഞാനത് പറഞ്ഞത് ഹല്ലേലൂയ, നമ്മുടെ ദൈവം ഇടപെട്ടാൽ അതിന് വലിയ വിടുതലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസിനോട് പറഞ്ഞു, ഇത് നീങ്ങത്തില്ല, പക്ഷേ വിഷയങ്ങളുടെ മധ്യയിൽ എന്ത് മതി? എന്റെ കൃപ നിനക്ക് മതി. ആത്മീക ഉയർച്ചയില് തന്നെ നിർത്തുവാൻ, നിഗളിച്ചു പോകാതെ ഇരുപ്പാൻ നമുക്ക് തന്നിട്ടുള്ള ചില ശൂലങ്ങളുണ്ട്. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. നമ്മളെയാണ് ദൈവത്തിന് വലുതായി ഉള്ളത്. നമ്മെ ദൈവം വലുതായി കാണുന്നു. തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവ പൈതലിന്റെയും ആത്മാവിന്റെ വില ഈ ലോകത്തെക്കാളും വലുതാണ്. അവർ ദൈവകൃപയിൽ നിൽക്കണമെന്നും അവർ അന്ത്യത്തോളം ദൈവത്തിൽ ആരാധിക്കണമെന്നും അവർ ദൈവത്തിൽ ശരണപ്പെടണമെന്നും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അവർ നഷ്ടപ്പെട്ടു പോകരുത്. അവർ വഴിമാത്രയില് പുത്രനെ ചുംബിച്ചു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന വിഷയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാത്ര മധ്യയിൽ വെച്ച് അവർ നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിക്കണമെന്ന് ദൈവവചനം പറയുകയാണ്. നമ്മുടെ ജീവിത യാത്രയില് ഹല്ലേലൂയ പൊഴിഞ്ഞു പോകുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. പൗലോസിന് തന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം ഇടപെട്ടോ. ഹല്ലേലൂയ. ദൈവം തന്നെ പഠിപ്പിച്ചോ. ഹല്ലേലൂയ. ഈ ശൂലം നീങ്ങത്തില്ല, എന്നാൽ എന്റെ കൃപ നിനക്ക് മതി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പ്രശ്നങ്ങളുടെ മധ്യേ, പ്രതികൂലങ്ങളുടെ മധ്യേ, രോഗങ്ങളുടെ മധ്യേ, വിവിധ വിഷയങ്ങളുടെ മധ്യേ ദൈവവൈതലെ നിന്നെ നിലനിർത്തുന്ന ഒരു ദൈവകൃപയുണ്ട്. മാറാത്ത ശൂലങ്ങളുടെ മധ്യയില് ഹല്ലേലൂയ നിന്നെ ബലത്തോടെ നിർത്തുന്ന ഒരു പഠനശാലയിലാണ് നീ ആയിരിക്കുന്നത്. ചില ശീലങ്ങള് രോഗം ശീലിച്ചവനായിട്ട് യേശു ഇരുന്നുവെങ്കിൽ യേശു നിന്നെയും ചില ശീലങ്ങളിലൂടെ കടന്നു പോകുവാൻ അനുവദിക്കുന്നുണ്ട്. ഏൽപ്പിച്ചു കൊടുത്ത് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ശീലങ്ങളെ മാറ്റുന്ന ഒരുവൻ, വിടുതലുകൾ തരുന്ന ഒരു ദൈവം, മറുപടികൾ തരുന്ന ഒരു ദൈവം, ഹല്ലേലൂയ നമ്മെ പഠിപ്പിക്കുന്ന ദൈവം. പൗലോസ് പറയുകയാണ്, ഫിലിപ്പ് ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ഹല്ലേലൂയ ഇടുക്കവും ഞെരുക്കവും സാമ്പത്തിക ദുരിതവും എല്ലാം ഉണ്ടെങ്കിലും അവിടെയും താൻ പറഞ്ഞു, ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. തനിക്ക് പരാതിയില്ല. എപ്പബ്രാദിത്തോസിന്റെ കയ്യില് ഒരു നല്ല ധനശേഖരം കൊടുത്തയച്ചപ്പോഴാണ് പ്രത്യേകാൽ ഈ വചനം പറഞ്ഞതെങ്കിലും തന്റെ ആത്മീക മേഖലകളില് എല്ലായിടങ്ങളിലും ദൈവം തന്നെ ചിലത് പഠിപ്പിക്കുവാനിടയായി. അത് മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരാലുമല്ല, ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിച്ചത്. ഇന്ന് പകൽക്കാലം, ഈ രാത്രികാലം ആര് തങ്ങളെ തന്നെ ഒന്ന് സമർപ്പിക്കും. കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റെടുത്ത് എന്നോട് പഠിപ്പീൻ. കർത്താവിൻ്റെ അനുഭവ പാഠശാലയിലൂടെ കടന്നു പോകുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ കർത്താവിൻ്റെ അനുഭവ പാഠശാലയിലൂടെ ആ മുഖത്തിന്റെ കീഴിൽ ആ ചുമട് വഹിച്ചുകൊണ്ട്, ആ ക്രൂശ് വഹിച്ചുകൊണ്ട്, എൻ്റെ ക്രൂശ്, കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിപ്പീൻ എന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് തരികയാണ്. ചില ക്രൂശും വഹിച്ചുകൊണ്ട് ശാന്തമായി ഇന്ന് പകൽക്കാലം കേട്ട വചനത്തിന്റെ മുൻപിൽ ചിലരോടെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ പാഠശാലയിലാണ്, ഈ ആലയത്തിനുള്ളില് നമ്മളൊരു പാഠശാലയിലാണ്. നമുക്കൊരു നല്ല ഗുരുവുണ്ട്. ആ ഗുരുവിന്റെ വചനം ലാവണ്യ വാക്കുകളാണ്. അത് നമുക്ക് വ്യത്യാസം വരുത്തുന്നതാണ്, ഒരുക്കുന്നതാണ്, പഠിപ്പിക്കുന്നതാണ്, ശീലിപ്പിക്കുന്നതാണ്. നല്ല ശീലങ്ങൾ, പഴയ ദുശീലങ്ങൾ എടുത്തു മാറ്റി നല്ല ശീലങ്ങളിലൂടെ ദൈവമേ എന്നെ ഒന്ന് നടത്തണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ
കർത്താവ് നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എന്നെ ഈ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങിലേക്ക് വിളിച്ച കർത്താവിൻ്റെ വിലയേറെ, ഞാൻ ബഹുമാനിക്കുന്ന കർത്താവിൻ്റെ വിലയേറെ ദാസൻ പാസ്റ്റർ ജി സക്കറിയ, ഷിബു മാത്യു, പാസ്റ്റർ ഷിബു മാത്യു, മറ്റ് എല്ലാ ദൈവമക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് എളിവരെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.